പതുക്കെ ആ ഡോർ ഇങ്ങനെ തുറക്കുമ്പോൾ നമ്മൾ ആ ഡോർ ഇങ്ങനെ വരുമ്പോൾ തന്നെ നമ്മുടെ സങ്കല്പം പോകുന്നത് ഭാഷ. അതാണ് രജനി സാറിന്റെ കൂടെ ചേട്ടനെ കാണുമ്പോൾ ഞങ്ങൾക്കൊക്കെ ഭയങ്കര പ്രൗഡ് മൊമെന്റാണ്. ഭാഷയാണ് ആ വരുമ്പോൾ ബാക്ക്ഗ്രൗണ്ടിൽ ആ പാട്ടൊക്കെ ഇങ്ങനെ പാടി ഭാഷ അങ്ങനെ വന്നപ്പോൾ ഞാൻ കയറി സംസാരിച്ചു. സാർ ഞാൻ മലയാള ആക്ടറാണ്, എനിക്ക് സ്റ്റേറ്റ് അവാർഡ് വന്നു. അവിടെയാ സ്റ്റേറ്റ് അവാർഡ് ഇല്ല, എനിക്ക് ഇതുവരെയ്ക്കും അവാർഡ് കിടക്കും എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളിങ്ങനെ തമാശ ഞാൻ എങ്ങനെയെങ്കിലും ഒന്ന് പാസ് ചെയ്യുന്ന പറയുള്ളൂ. നമ്മളവിടെ ഇപ്പോൾ എനിക്കൊരു പാസിങ് തരുന്നു. ആ പാസിങ്ങിൽ ഞാൻ ചോദിക്കുകയാണ്, ഞാൻ ഇതിനു മുമ്പ് ഞാൻ എന്തായിരുന്നു, വീട്ടിലെ എന്തവസ്ഥയെന്ന് അറിഞ്ഞു തന്നെ. അപ്പോൾ ഡയറക്ടർ ഇങ്ങനെ നോക്കും, അപ്പോൾ ഞാൻ ഈ പാസ് ചെയ്യുമ്പോൾ ഞാൻ വീട്ടിൽ തല്ല് പിടിച്ചിട്ടാണോ തന്നെ, അതോ ഞാൻ അത്യാവശ്യമായിട്ട് ഞങ്ങളിങ്ങനെ പോവുകയാണോ, ഞാൻ ചുമ്മാ പോവുകയാണോ, ഏതാണ് ചോദിക്കാമെന്ന് വെച്ചോ. ഞാൻ എങ്ങനെയെങ്കിലും ഒന്ന് പാസ് ചെയ്യുന്ന പറയുള്ളൂ. കാർബണിലെ സ്റ്റാലിൻ എന്ന് പറയുന്ന ഒരു ക്യാരക്ടറാണ്. നാടും കാടുമായിട്ട് ബന്ധമുള്ള ഒരു ക്യാരക്ടർ, അവിടെ ചാടി ഇവിടെ ചാടി നിൽക്കുന്നത്. അപ്പോൾ ഈ ക്യാരക്ടറിനെ പഠിക്കുമ്പോൾ അല്ലെങ്കിൽ വേണു സാറ് പറഞ്ഞു തരുമ്പോൾ ഒരു ആനിമലിനെ നമ്മൾ അങ്ങനെ വരയ്ക്കും. നമ്മളിൽ ആ ക്യാരക്ടറിൽ ഒരു ആനിമൽ, ഇപ്പോൾ കമ്മട്ടിപ്പാടം ബാലിന് ഒരു തെരുവ് നായയുടെ ആറ്റിറ്റ്യൂഡുകളാണ് കൊടുത്തിട്ടുള്ളത്. അതിൻ്റെ സ്നേഹവും അതിൻ്റെ ദേഷ്യവും അതിൻ്റെ ചില ചേഷ്ടകൾ ഒക്കെ ആണ് ബാലൻ്റെ ആനിമലായിട്ട് നായയാണ് എടുത്തിട്ടുള്ളത്. സ്റ്റാലിൻ്റെ ആനിമലായിട്ട് കുരങ്ങനെയാണ്. അപ്പോൾ ബോഡി ലാംഗ്വേജിലൊക്കെ ഇങ്ങനെ എപ്പോഴും സാറേ നമുക്ക് അവിടെ പോയിട്ട് അവിടെ നിന്ന് കുറച്ച് പോയാൽ അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഉള്ള ഒരു. Hello everybody, welcome to part 2 of Let's Be Real with Ashwini Ashok Vishal. നമ്മൾ കഴിഞ്ഞ കോൺവെർസേഷൻ സംസാരിച്ചുകൊണ്ടിരുന്നത് ശ്രീ മണികണ്ഠൻ ആചാര്യം ആണ്. അപ്പോൾ നമുക്ക് അദ്ദേഹത്തിന്റെ ബാക്കി റിയൽ ലൈഫ് വിശേഷങ്ങളൊക്കെ കേൾക്കാം. ചേട്ടൻ ഇത്രയും തുറന്ന് സംസാരിക്കുന്ന ഒരാളാണ്. ഉള്ള കാര്യം മുഖത്ത് നോക്കി പറയും. എന്താണോ ഞാനത് അവിടെ മറയൊന്നുമില്ല. അപ്പോൾ ഉള്ളിൽ തോന്നില്ലേ ഞാനിങ്ങനെ ഉള്ള കാര്യം, എൻ്റെ കാര്യമാണെങ്കിൽ ഇത്രയും തുറന്നു പറഞ്ഞ ആൾക്കാർ എന്നെ ജഡ്ജ് ചെയ്യും, ആ ഒരു കണ്ണോടെ എന്നെ നോക്കിക്കാണും, അങ്ങനെ ഒരു ഫിൽറ്ററോ ഒരു ഭയോ ഒരിക്കലും തോന്നിയിട്ടില്ലേ? ഇപ്പോൾ ഞാൻ വേറെ ഒന്നിനെ കുറിച്ച് ആലോചിക്കണില്ല. ഇവിടെ നിന്ന് കഴിഞ്ഞിറങ്ങുമ്പോൾ ചിലപ്പോൾ ഞാൻ വിളിച്ചു ചോദിക്കും, അതെ മറ്റേത് പറഞ്ഞത് അബദ്ധമായോ, അതൊന്ന് മാറ്റുമെന്ന്. ഇപ്പം ഞാൻ 100% നിങ്ങൾ ഇവിടെ ഇരിക്കുക. ഇങ്ങനെ 100% തരാൻ പറ്റുന്ന അല്ലെങ്കിൽ അറിയാതെ തന്നു പോകുന്ന ഒരു കൂട്ടായ്മയുടെ പേര് തിയേറ്റർ പേഴ്സൺ അല്ലെങ്കിൽ ആക്ടിനെ അങ്ങനെ കാണുന്നവർക്ക് ഇപ്പോൾ വേറെ ഒന്നിനെ കുറിച്ച് ആലോചന ഇല്ല. ഈ ജെന്യുവിനിറ്റി ജഡ്ജ് ചെയ്യപ്പെട്ടിട്ടുണ്ടോ എപ്പോഴെങ്കിലും? ഉണ്ടാവും, ഉറപ്പായിട്ടും. ഞാനതൊന്നും നോക്കുന്നില്ല. പിന്നെ ഈ പറഞ്ഞ പറഞ്ഞാലും കയ്യിൽ നിന്ന് പോയതാണ്. പിന്നെ മോശം വരില്ല എന്നുള്ളത് ഉറപ്പുണ്ട്. കാരണം ഒരാളോട് വിദ്വേഷമോ അല്ലെങ്കിൽ അസൂയ അങ്ങനത്തെ ഒരു സാധനം ഇല്ല. ഞാൻ എൻ്റെ കഴിവിലും കഴിവുകേടിലുമാണ് ഫോക്കസ് ചെയ്യുന്നത്. എൻ്റെ കഴിവുകേട് എന്താണെന്ന് ആദ്യം കണ്ടെത്തുന്ന ഒരാൾ ഞാൻ തന്നെ ആവണമെന്നുള്ളതാണ് എൻ്റെ ആഗ്രഹം. വേറൊരാൾ പറഞ്ഞു തരുന്നതിന് മുമ്പ് അയാൾ പറയുമ്പോൾ തന്നെ ഓക്കെ താങ്ക് യു, ഞാൻ മനസ്സിലാക്കിയ കാര്യമാണ്, നിങ്ങളും കൂടി പറഞ്ഞപ്പോൾ അങ്ങനെ ഞാൻ അതിനെടുക്കുക. എൻ്റെ ഏറ്റവും വലിയ വിമർശകൻ ഞാൻ തന്നെ ആയിരിക്കണം എന്നുള്ളതാണ് എൻ്റെ ഏറ്റവും മോശപ്പെട്ട അവസ്ഥ. എൻ്റെ ഉള്ളിൽ നടക്കുന്ന മോശങ്ങളില്ലേ, അതെനിക്ക് മാത്രമല്ലേ അറിയുള്ളൂ. അപ്പോൾ ഞാൻ എത്ര മോശപ്പെട്ട ആളാണെന്ന് എനിക്കറിയാം, അല്ലെങ്കിൽ എത്ര നല്ല ആളാണെന്ന് എനിക്കറിയാവുന്ന പോലെ നിങ്ങൾക്കറിയില്ല. അതുകൊണ്ട് അതിൽ ഞാൻ അത്ര മോശപ്പെട്ടവനല്ല എന്നുള്ളത് എനിക്ക് ഉറപ്പുണ്ട്. അതുകൊണ്ട് ധൈര്യമായിട്ട് അങ്ങനെ ഇരിക്കും, ധൈര്യമായിട്ട് സംസാരിക്കും. പിന്നെ ഈ പറഞ്ഞ പോലെ എപ്പോഴെങ്കിലും ഈ ഇമോഷൻ ഭയങ്കരമായിട്ട് പിടിക്കുമ്പോൾ നമ്മളറിയാതെ ചില പരാമർശങ്ങളൊക്കെ നടത്തും. ഇമോഷൻ നമ്മളെ ഈ വിവേകത്തിന് ഇമോഷൻ ഹൈജാക്ക് ചെയ്യുമ്പോൾ എന്തെങ്കിലും പൊട്ടത്തരമൊക്കെ വരും. നമ്മൾ പിന്നീട് അറിവോടെ തിരുത്തുക, ആർക്കെങ്കിലും വിഷമം തോന്നിയിട്ടുണ്ടെങ്കിൽ ക്ഷമ ചോദിക്കുക എന്നൊക്കെ ഉള്ളത്. ചേട്ടൻ ഈ പറഞ്ഞ പോലെ പേട്ടയൊക്കെ കാണുമ്പോൾ രജനി സാറിൻ്റെ കൂടെ ചേട്ടനെ കാണുമ്പോൾ ഞങ്ങൾക്കൊക്കെ ഭയങ്കര പ്രൗഡ് മൊമെൻറ്റാണ്. രജനി സാറിനെ കുറിച്ചൊക്കെ നമ്മളൊക്കെ കേട്ടിട്ടുണ്ട്, പുള്ളിയുടെ ഡൗൺ ടു എർത്ത് നേച്ചറും ആ ഒരു ഓറയും ഒക്കെ. കൂടെ അഭിനയിച്ചപ്പോൾ ചേട്ടന് പ്രത്യേകമായിട്ട് അനുഭവിക്കാൻ പറ്റിയ അദ്ദേഹത്തിൻ്റെ എന്തെങ്കിലും ഒരു വിശേഷത ഉണ്ടോ ആ സിനിമയിൽ? അദ്ദേഹം എന്താ പറയുക, സിനിമയിൽ നമ്മൾ കാണുന്ന അതേ എനർജി തന്നെയാണ് ലൈഫിൽ. ആ വരവും ഒക്കെ അങ്ങനെ തന്നെ. അതൊരു വലിയ അത്ഭുതം തന്നെയാണ്. ആ വയസ്സ്, പിന്നെ അതേപോലെ അദ്ദേഹം ഈ ഡയറക്ടർ എന്ന് പറയുന്നൊരു പോസ്റ്റിന് കൊടുക്കുന്നൊരു വാല്യൂ ഉണ്ട്. ഇപ്പോൾ സുബ്രാജ് വരികയാണെങ്കിൽ അപ്പോൾ എഴുന്നേറ്റ് സംസാരിക്കുക. അദ്ദേഹത്തിൻ്റെ ഒരു ലെവൽ വെച്ചിട്ട് അവിടെ ഇരുന്ന് കാലിൻ്റെ മുകളിൽ കാല് വെച്ച് ഇരുന്ന് തന്നെ കേൾക്കാം. പക്ഷേ ഡയറക്ടർ എന്ന് പറയുന്ന ഒരാളെ എങ്ങനെയാണ് നമ്മൾ റെസ്പെക്റ്റ് ചെയ്യേണ്ടതെന്നുള്ളത്, അത് ആ വ്യക്തിയല്ല,
ആ പോസ്റ്റിനെയാണ്. അപ്പോൾ അങ്ങനത്തെ കുറേ കാര്യങ്ങൾ. പിന്നെ ഈ പറഞ്ഞ പോലെ ഓപ്പോസിറ്റ് ഒരാൾ അയാളുടെ ഭാഗത്തുനിന്ന് ഒരു അഭിനയം ഇടുമ്പോൾ അതിനെ എൻജോയ് ചെയ്യും, അത് ഡിസ്കസ് ചെയ്യുകയൊക്കെ ചെയ്യുന്ന സാധാരണ ഒരാളായിട്ട് നമുക്ക് കാണാൻ കഴിഞ്ഞു. അല്ലാതെ പുള്ളിയുടെ ഭാഗം ചെയ്യുക, മാറിക്കുക അങ്ങനെയല്ല. നമ്മളുമായിട്ട് മിങ്കിളാവും. എന്നാൽ കട്ട് പറഞ്ഞ് അദ്ദേഹത്തിൻ്റെ ഭാഗം എന്താ പറയുക, അദ്ദേഹത്തിൻ്റെ ഒരു സ്വകാര്യതയിലേക്ക് പോവുകയും ചെയ്യും. ഒരു കസേരയിട്ട് എവിടെയെങ്കിലും ഇരുന്ന് മെഡിറ്റേഷൻ ആണെങ്കിൽ ഇങ്ങനെ വെറുതെ ഇരിക്കും. നമ്മൾ സംസാരിക്കാൻ പോയാൽ ബുദ്ധിമുട്ടൊന്നുമില്ല. അപ്പോൾ പെട്ടെന്ന് പുള്ളി കരഞ്ഞ് പറഞ്ഞ് നമ്മളെ എൻജോയ് എന്താ പറയുക ഒന്ന് സന്തോഷിപ്പിച്ചിട്ട് വീണ്ടും അദ്ദേഹത്തിൻ്റെ ഇതിലേക്ക് പോകും. പക്ഷേ ക്യാരവൺ യൂസിങ്ങോ അല്ലെങ്കിൽ ഡ്രസ്സ് മാറാനായിട്ടുള്ള പോക്കോ കുറേ ആളുകളുടെ ബഹളം ഉണ്ടാക്കലോ ഒന്നും അവിടെ ഉണ്ടായില്ല. നമ്മൾ ഈ പടയപ്പ സിനിമയിൽ കാണുന്ന പോലെ ഒരു പോക്ക് വരുമൊന്നും അല്ല. അങ്ങനെയൊന്നുമല്ല. ആളുടെ നടപ്പ് വൻ സ്പീഡാണ്. ചേട്ടൻ ഇങ്ങനെ പുള്ളി ആദ്യമായിട്ട് കണ്ടപ്പോൾ ഇങ്ങനെ മനസ്സിലിങ്ങനെ വിഷ്വലൈസ് ചെയ്തോ പുള്ളിയുടെ കണ്ട സിനിമകളൊക്കെ? ഭാഷയാണ് നമ്മുടെ ഭാഷയാണ്. ആ വരുമ്പോൾ ബാക്ക്ഗ്രൗണ്ടിൽ ആ പാട്ടൊക്കെ ഇങ്ങനെ പാടി ഫസ്റ്റ് വരുന്നത് ഞങ്ങളെല്ലാവരും ഇങ്ങനെ നിരന്ന് നിൽക്കുക ഒരു ഓഡിറ്റോറിയത്തിൽ. പൂജ എന്ന് പറഞ്ഞാൽ തമിഴ് സിനിമയുടെ പൂജ അറിയാമല്ലോ. കുറേ പലഹാരമൊക്കെ വെച്ചിട്ട് കുറേ ദൈവങ്ങളുടെ പടമൊക്കെ വെച്ചിട്ട്. അപ്പോൾ രണ്ട് സൈഡിൽ ഇങ്ങനെ ഞങ്ങൾ നിരന്ന് നിൽക്കുക. അപ്പോൾ അദ്ദേഹം വരാൻ വേണ്ടിയിട്ട് ആയിട്ട്. അപ്പോൾ ഇങ്ങനെ അവിടെയാണ് ഡോറെങ്കിൽ എല്ലാവരും ഇങ്ങനെ തന്നെ നിൽക്കുക. അപ്പോൾ അതൊക്കെ ആ ഡോർ ഇങ്ങനെ തുറക്കുമ്പോൾ നമ്മൾ ആ ഡോർ ഇങ്ങനെ വരുമ്പോൾ തന്നെ നമ്മുടെ സങ്കല്പം പോകുന്നത് ഭാഷ അതാണ്. പക്ഷെ ആള് വന്നത് ഒരു ജുബയും പൈജാമ ഇട്ടിട്ട് ഹെയർ ഒന്നുമില്ല, ഇങ്ങനെ തൊഴുത് വന്നു. അപ്പോൾ കാർത്തി സുബ്രാജ് വന്നിട്ട് രണ്ട് സൈഡിലുള്ള ആൾക്കാരെ ആർട്ടിസ്റ്റുകളെ പരിചയപ്പെടുത്തി. അപ്പം എൻ്റെ കൈക്ക് ഇങ്ങനെ വിറക്കുക. അദ്ദേഹം എല്ലാവർക്കും കൈ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആ കൈ കൊടുക്കുന്ന ഒരു ഇതുണ്ടല്ലോ, നമ്മൾ തൊടാൻ പോകുന്നു. അതായത് ഏകദേശം സിനിമ കാണാൻ തുടങ്ങിയ കാലം അല്ലെങ്കിൽ അറിവ് വെക്കാൻ തുടങ്ങിയ കാലം തൊട്ട് നമ്മുടെ സ്റ്റൈൽ എന്ന് പറയുന്ന രജനീകാന്താണ്. അപ്പോൾ അദ്ദേഹത്തിനെ നമ്മൾ തൊടാൻ പോകുന്നു എന്ന് പറയുന്ന ഒരു ഇതുണ്ടല്ലോ. അങ്ങനെ വന്നു, ഷെയ്ക്കാൻഡ് വന്നു, പരിചയപ്പെട്ടു. അത് കഴിഞ്ഞ് പിന്നെ കുറേ ദിവസം അടുത്തേക്ക് അങ്ങോട്ട് എടുക്കാൻ പറ്റില്ല. കാരണം നമുക്ക് അങ്ങോട്ട് ഇടിച്ചു കയറാനുള്ളൊരു സ്വന്തം മനസ്സിലുള്ളൊരു പേടിയൊക്കെ കാരണം പിന്നെ ഒരുമിച്ച് കോമ്പിനേഷൻ എന്തെങ്കിലും വരുമായിരിക്കും എന്ന് പറഞ്ഞിട്ട് അതിന് വേണ്ടിയിട്ടുള്ള പ്രാർത്ഥനയായിരുന്നു. അങ്ങനെ വന്നപ്പോൾ ഞാൻ കയറി സംസാരിച്ചു. സാർ ഞാനിങ്ങനെ മലയാള ആക്ടറാണ്, മമ്മൂട്ടി സാർ സൺ ദുൽഖർ സൽമാൻ മൂവിയിൽ ஃபஸ்ட்டு மூவி நான் அதுதான் நடித்தேன். தமிழில் பண்ணியிருக்கேன். ஆனால் தமிழில் ஒன்றும் ரிலீஸ் ஆகலை அந்த படம். எனக்கு ஸ்டேட் அவார்டு வின். அப்படியா? ஸ்டேட் அவார்டு வின்னடா? எனக்கு இது வரைக்கும் அவார்டு கிடைக்கல എന്നൊക്കെ പറഞ്ഞിട്ട് പുള്ളിങ്ങനെ തമാശ ഒരു പുള്ളിയുടെ ചിരിയൊക്കെ ഉണ്ടല്ലോ. അപ്പം അത് ഇങ്ങനെ അടുത്ത് കാണാനും ആ ചിരിയൊക്കെ കേൾക്കാനും പറ്റിയ ഭയങ്കര സന്തോഷമായിരുന്നു. പിന്നീട് വരുമ്പോൾ പുള്ളി നമ്മളെ എല്ലാവരും പുള്ളി വണക്കം പറയും. പക്ഷെ പിന്നീട് മുതൽ പുള്ളി തരുന്ന ഒരു വണക്കം അറിയാവുന്ന ഒരാൾക്ക് തരുന്ന പോലെ സ്നേഹം. അല്ല അങ്ങനെയില്ല, അങ്ങനെ വിളിച്ചിട്ടില്ല. പക്ഷെ ആ വിളി നമുക്ക് സങ്കല്പിക്കാൻ പറ്റും. മനസ്സിലായി, അങ്ങനെ വിളിക്കണുണ്ട് എന്നുള്ളത് ഒരു പ്രത്യേകത നമുക്ക് ഫീൽ ചെയ്യും. ഫോട്ടോ എടുക്കാൻ പോയപ്പോൾ എന്നെ കെട്ടിപ്പിടിച്ച് നിന്ന് ഫോട്ടോ എടുത്തു. അങ്ങനെ അതൊരു സ്വപ്ന തുല്യമായിട്ടുള്ളൊരു ഞാനിത് പറയുമ്പോ തന്നെ ഞാൻ കമലഹാസൻ ആരാധകനാണ്. പക്ഷെ കുറച്ചും കൂടി തീവ്ര ആരാധന കമലഹാസനോടാണ്. പക്ഷെ രജനീകാന്താണ് നമ്മളുടെ സ്റ്റൈൽ. ഇപ്പോൾ ഈ സിഗരറ്റ് വലിയൊക്കെ ഒരു പക്ഷേ മോട്ടിവേറ്റ് ചെയ്ത് തന്നിട്ടുള്ള ഒരാളും കൂടിയാണ്. ഈ എറിഞ്ഞിട്ട് പിടിക്കുക, അതിന് വലിക്കുന്നതിന് സ്റ്റൈല്, തീപ്പെട്ടി ഉരയ്ക്കുന്നത്, ഇതൊക്കെ രജനി സാറിൻ്റെ പടങ്ങളിൽ നിന്ന് കിട്ടിയിട്ടുള്ള. പക്ഷേ കമൽ സാറിനെ കാണാൻ വേണ്ടിയിട്ട് ഞാൻ ചെന്നൈയിലുള്ളപ്പോൾ ഒരുപാട് ശ്രമിച്ചിട്ടുണ്ട്. അങ്ങനെ കമൽ സാറിൻ്റെ ഒരു പടം ഗവൺമെൻറ് ബ്ലോക്ക് ചെയ്തിട്ട് അതിൻ്റെ സ്ട്രൈക്ക് നടക്കുമ്പോൾ ഞാനും പോയി അദ്ദേഹത്തിൻ്റെ വീടിൻ്റെ മുമ്പിൽ സപ്പോർട്ട് അറിയിക്കാൻ വേണ്ടി പോയിരുന്നു. അപ്പോൾ അദ്ദേഹം ജനൽ വഴി സൺസൈഡിലൊരു ടെറസിലേക്ക് ഇങ്ങനെ ചാടി വന്നിട്ട് രണ്ട് കൈ പൊക്കിയിട്ട് നിങ്ങൾ പ്രശ്നമൊന്നും ഉണ്ടാക്കരുത്, പടം നമ്മൾ ഇറക്കും എന്നൊക്കെ പറഞ്ഞ് എല്ലാവരും എല്ലാവരും വീട്ടിൽ പോകുക എന്നൊക്കെ പറഞ്ഞ്. അപ്പോൾ ഒന്ന് ഹോ എന്നൊക്കെ പറഞ്ഞ് സന്തോഷമായി, സിനിമ കാണുന്ന പോലെ. അത് കഴിഞ്ഞിട്ട് ഇവിടെ ഒരു പരിപാടിക്ക് കമൽ സാറിനെ കണ്ട് മൈക്കിൽ ഞാൻ സംസാരിച്ചപ്പോൾ ഈ കഥയൊക്കെ പറഞ്ഞു. അത് കഴിഞ്ഞ് ഇറങ്ങിയപ്പോൾ ഞാൻ ഫോട്ടോ, അപ്പോൾ ഇതേപോലത്തെ ഒരു സോഫയിലാണ്
ഇരിക്കണം കമൽ സാർ ഫോട്ടോ എടുക്കണം പറഞ്ഞു. ഞാനിങ്ങനെ എടുക്കാനായിട്ട് സെൽഫി എടുക്കാൻ ഇങ്ങനെ ആ പുള്ളി യോക്കായിരുന്നു പറഞ്ഞു. അപ്പം നമ്മളെ മടിയിലിരുത്തിയ ഒരു ഫീലിങ്, ഇതൊക്കെ നമ്മൾ സങ്കല്പിക്കണം കേട്ടോ. അങ്ങനെ കമൽ സാറിൻ്റെ മടിയിലിരുന്നൊരു ഫോട്ടോ എടുക്കും. അങ്ങനെ ഇതൊക്കെ എന്താ പറയുക, ഈ പരാതികൾ വരുമ്പോൾ ഇതൊക്കെ ഞാൻ ആലോചിക്കുക. ഉള്ളിൻ്റെ ഉള്ളിൽ ഇപ്പൊ നമ്മളിത് ഇവിടെ ഇരുന്ന് പറയുമ്പോ തന്നെ എനിക്കത് ഫീൽ ചെയ്യാം. ആ അവിടെ ഉള്ള സന്തോഷം എനിക്കിവിടെ ഫീൽ ചെയ്യാം. അപ്പൊ അവിടെ എന്തുമാത്രം സന്തോഷം എന്ന് തോന്നിയിട്ടുണ്ടാവും. ഭയങ്കര ഹാപ്പി മൂമെന്റ് ആണ്. കമൽ സാറിന്റെ ഒരു സിനിമയിൽ അവസരം കിട്ടണമെന്നുള്ളൊരു എൻ്റെ ആഗ്രഹങ്ങളിലൊന്നാണ്. ചേട്ടൻ അഭിനയിച്ച സിനിമകൾ കണ്ടിട്ട് ഇപ്പം മമ്മൂക്കയൊക്കെ കേട്ടിട്ടുണ്ട്, ഇഷ്ടപ്പെട്ട ഒരു കണ്ട മെസ്സേജ് അയച്ച് പറയും നന്നായിട്ടുണ്ട് കഥാപാത്രം കണ്ടു എന്നൊക്കെ. അങ്ങനെ മനസ്സിൽ ഓർക്കുന്ന ഏതെങ്കിലും മെസ്സേജോ അല്ലെങ്കിൽ ഒരാൾ നമ്മളെ ഒരുപാട് ഇപ്പൊ നാദിർഷ അല്ലെങ്കിൽ ഇന്ദിരേട്ടൻ അങ്ങനെ കുറെ നടീ നടന്മാർ ഒക്കെ പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ സന്തോഷമുള്ളത് തന്നെയാണ്. എനിക്ക് അതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കമ്മട്ടി പടത്തിൻ്റെ കമൻറ്റ് MA ബേബി രാഷ്ട്രീയത്തിലുള്ള അദ്ദേഹം എന്നെ വിളിച്ചിട്ട് കുറേ നേരം സംസാരിച്ചു, എൻ്റെ ബാക്ക്ഗ്രൗണ്ടൊക്കെ ചോദിച്ചു. എന്നിട്ട് അദ്ദേഹം വേറൊരു വേദിയിൽ എന്നെ ഈ ബാലൻ എന്ന് പറയുന്ന കഥാപാത്രത്തെ താരതമ്യപ്പെടുത്തി സംസാരിച്ചത് മുഹമ്മദ് അലിയുമായിട്ട് ബന്ധം തോന്നി ആ പ്രകടനത്തിൽ. അതെനിക്ക് ഭയങ്കര പ്രൗഡായിരുന്നു. കാരണം ഞാൻ മുഹമ്മദ് അലിയെ കാണുകയും പഠിക്കാൻ ശ്രമിക്കുകയൊക്കെ ചെയ്തിട്ടുള്ളൊരു ആളാണ്, ഒരു ക്യാരക്ടറാണ്. അപ്പോൾ അതുമായിട്ട് നമ്മളത് ചെയ്യുമ്പോൾ അങ്ങനെ ആലോചിച്ചിട്ടില്ല. അതെന്ന് വെച്ചാൽ മുഹമ്മദ് അലി ഇങ്ങനെ വിളിച്ച് സംസാരിച്ച് ഇടിക്കുന്നൊരു ഇതുണ്ട്, കഥയൊക്കെ പറഞ്ഞാണ് പുള്ളിയുടെ ഫൈറ്റ് നടക്കുക. അപ്പോൾ അതുമായിട്ട് അങ്ങനെയൊക്കെ ഫീൽ ചെയ്തു. പല ഡൈമെൻഷൻ ഉണ്ടായി ഈ ക്യാരക്ടറിൻ്റെ ഒരു അവതരണത്തിൽ നിന്നുള്ള. അത് ഭയങ്കര, അങ്ങനെയുള്ളവരൊക്കെ വിളിക്കുക എന്നൊക്കെ പറഞ്ഞാൽ സന്തോഷം തോന്നി. ചേട്ടന് രാഷ്ട്രീയത്തിൽ പണ്ട് തൊട്ടേ രാഷ്ട്രീയം എനിക്ക് ഇടതുപക്ഷ അനുഭാവിയാണ്. അതെൻ്റെ ജീവിതത്തിൽ നിന്നുണ്ടായിട്ടുള്ള, അല്ലെങ്കിൽ എൻ്റെ നാടകം, എൻ്റെ സമ്പർക്കം, ഞാൻ ഈ പറഞ്ഞ പോലെ ഉപേക്ഷിക്കപ്പെടുന്നൊരു കാലഘട്ടത്തിൽ നമുക്ക് കിട്ടിയ കൈകളിൽ ഒരു കൈ ഇടതുപക്ഷത്തിൻ്റെ കൈയാണ്. അല്ലെങ്കിൽ ഇപ്പോൾ ഷാബു കെ മാധവൻ എന്ന് പറയുന്ന എൻ്റെ ഒരു സുഹൃത്ത്, നാടകക്കാരൻ. അപ്പോൾ അന്ന് തൃപ്പൂണിത്തുറയിൽ ഈ എന്താ പറയുക, കലാജാഥകളൊക്കെ സംഘടിപ്പിക്കുക, ബാലസംഘം, ഇത് ആയിരുന്നു നമുക്ക് അങ്ങോട്ടുള്ളൊരു വഴി. അതിനു മുമ്പ് ഈ പറഞ്ഞ അമ്പലവാസിയായിരുന്നു. എൻ്റെ ലൈഫിൽ തന്നെ പല പല പരിപാടികളുണ്ട്. ഇപ്പോൾ അമ്പലവാസിയായിട്ട് ഈ എന്താ പറയുക BJP പ്രവർത്തകരായിട്ടുള്ള, ഇപ്പോൾ എൻ്റെ വീടിൻ്റെ അടുത്ത് വിശ്വനാഥ മേനോൻ, ഗിരിച്ചേട്ടൻ, ഗോപൻ ചേട്ടൻ, അവരൊക്കെ BJP പ്രവർത്തകർ അല്ലെങ്കിൽ RSSൻ്റെ ആളുകളായിരുന്നു. അപ്പോൾ അങ്ങനെ ശാഖയിൽ ചെറുപ്പകാലങ്ങളിൽ ശാഖയിൽ പോയിട്ടുണ്ട്. കോൺഗ്രസ്സുകാർ ആയിട്ടുള്ള ചേട്ടന്മാർ, ഒരു ബിജി ചേട്ടനുണ്ട് ആർട്സ് കോളേജിലെ KSUവിൻ്റെ സെക്രട്ടറി, അദ്ദേഹത്തിൻ്റെ ഭയങ്കര ആരാധകനായിരുന്നു. അപ്പോൾ കുറച്ച് നാൾ പക്ഷേ ഒരു 18 വയസ്സിന് ശേഷം, അല്ലെങ്കിൽ ഒരു 16-17 വയസ്സിന് ശേഷം ഒരു രാഷ്ട്രീയത്തെ ഗൗരവമായി കാണാൻ തുടങ്ങിയപ്പോൾ മുതൽ അനുഭവം ഇടതുപക്ഷത്തിനോടാണ്. അത് പല വിമർശനങ്ങളും ഉണ്ടായിട്ടുണ്ടെങ്കിലും എനിക്ക് ആ അനുഭവം മാറ്റണം എന്ന് ഇപ്പോഴും തോന്നിയിട്ടില്ല. ആ ഒരു ഐഡിയോളജി തന്നെയാണ് വിശ്വസിക്കുന്നത്. അത് തന്നെയാണ്. എപ്പോഴെങ്കിലും ഒരു രാഷ്ട്രീയ പ്രവർത്തനത്തിലേക്ക് എപ്പോഴെങ്കിലും ഇറങ്ങണം എന്ന് എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? അല്ല, അതിന് പ്രത്യേകിച്ച് ഇറങ്ങിയല്ലോ. ഞാൻ രാഷ്ട്രീയ പ്രവർത്തനത്തിലാണ്. മനസ്സിലായി. ഞാൻ ജനിച്ച് പൊളിറ്റിക്കലി അങ്ങനെ നമുക്കൊരു ഒരു കൊടി പിടിക്കണമെന്നില്ല, അല്ലെങ്കിൽ നമുക്കൊരു സ്ഥാനം വേണമെന്നില്ല. നമുക്കിപ്പോൾ എന്നെ കൊണ്ടാവുന്ന കാര്യങ്ങൾ ഞാൻ ഇടപെടുന്നുണ്ട്, ചെയ്യുന്നുണ്ട്. സാമ്പത്തികമായിട്ടാണെങ്കിലും എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ വിമർശനങ്ങൾ അറിയിക്കേണ്ടവിടത്ത് അറിയിക്കുന്നുണ്ട്. പിന്നെ നമുക്ക് ഒരു സ്ഥാനം കിട്ടിയാൽ കുറച്ചും കൂടി കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. ഇപ്പോൾ നമ്മളൊരു മുനിസിപ്പൽ ചെയർമാൻ ആയാൽ ഒരു സാധാരണ വ്യക്തി ആ വാർഡിന് വേണ്ടി ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ, അല്ലെ ഒരു വാർഡ് കൗൺസിലർ ആയാൽ ചോദ്യം എന്താ പറയുക, നമുക്ക് എടുത്ത് ചെയ്യാൻ പറ്റും. അപ്പോൾ അങ്ങനെ ഒരു സ്ഥാനത്തേക്ക്, അല്ലെങ്കിൽ അങ്ങനെ ഒരു എലക്ഷൻ നേരിടേണ്ട ഒരു അത്രയും എന്നെ വിളിച്ചിട്ടില്ല. മീൻസ് എൻ്റെ മനസ്സ് വിളിക്കണമല്ലോ. സോഷ്യൽ നമ്മൾ ഇറങ്ങണം. ഞാൻ പറയാൻ പറ്റില്ല അല്ലേ, അത് നാളെ ഉണ്ടാവില്ലെന്നൊന്നും പറയാൻ പറ്റില്ല. അതൊരു അതിനു വേണ്ടി ഒരു ടൈം മാറ്റി വയ്ക്കാൻ വേണ്ടി, ഇപ്പം ഞാൻ ആക്ടർ ആവാൻ വേണ്ടിയിട്ട് ഞാൻ എത്രത്തോളം എടുത്തോ അത്രയും തന്നെ നമുക്ക് മാറ്റി വയ്ക്കാൻ പറ്റണം.
അത് എല്ലാവരും എടുക്കേണ്ട കാര്യമില്ല. അതിന് ഇപ്പോൾ ഒരുപാട് പേരുണ്ട്. നമ്മൾ അവരെ സപ്പോർട്ട് ചെയ്ത് അവർക്ക് വേണ്ട ഉപദേശങ്ങൾ അല്ലെങ്കിൽ എന്താ പറയുക വിമർശനങ്ങളുണ്ടെങ്കിൽ അത് അറിയിക്കുക, നാടിൻ്റെ ഒപ്പം നിൽക്കുക എന്നുള്ളതാണ്. പുതിയ സിനിമയുടെ വിശേഷങ്ങൾ പറഞ്ഞു തരുമോ ഞങ്ങൾക്ക്? പുതിയ സിനിമയുടെ വിശേഷം ഇപ്പോൾ 28-ാം തീയതി കറക്കം എന്ന് പറയുന്ന സിനിമ റിലീസാണ്. ശ്രീനാഥ് ബാസി, പ്രവീൺ TJ, പിന്നെ നമ്മുടെ സുഭാഷ് എന്ന് പറയുന്ന സംവിധായകനാണ്. അദ്ദേഹത്തിൻ്റെ രണ്ടാമത്തെ സിനിമയാണ്. ചാൾസ് എൻ്റർപ്രൈസ് എന്ന് പറയുന്ന നമ്മുടെ ഉർവശേച്ചിനെ ബാലു വർഗീസ് ഒക്കെ ചെയ്ത ഞങ്ങൾ കണ്ടിട്ടുണ്ട്. അദ്ദേഹമാണ് സംവിധായകൻ. അതിനകത്ത് കറക്കത്തിലൊരു വില്ലൻ എന്ന് പറയാം. സിനിമ ഇറങ്ങുമ്പോൾ എന്താണ് എന്ന് നോക്കണം. ഞങ്ങൾക്ക് ബ്രീഫിംഗ് ഉണ്ടോ ക്യാരക്ടറിനെ പറ്റി? അങ്ങനെ സിനിമ അതിന്റെ എക്സ്ക്ലൂസീവ്നെസ് പോവെങ്കിൽ വേണ്ട. ഒരു 2 കാലഘട്ടമുണ്ട്, 2 ഗെറ്റപ്പിലാണ്. പിന്നെ പ്രത്യേകിച്ച് അങ്ങനെ ഭയങ്കര സ്റ്റഡി നടത്തിയിട്ട് ഒന്നും ചെയ്തിട്ടുള്ളൊരു ക്യാരക്ടറല്ല, കോമൺ ക്യാരക്ടറാണ്. പക്ഷെ അതിനകത്ത് വേറെ കുറച്ച് എന്നെ കാണാൻ പറ്റില്ല എന്നാണ് സംവിധായകൻ പറഞ്ഞത്. എന്നെ കാണാൻ പറ്റുന്നുണ്ടായില്ല. പിന്നെ ചേട്ടൻ ചെയ്യുന്ന ഒരു ക്യാരക്ടറിലും ചേട്ടൻ കാണാൻ പറ്റില്ല. ക്യാരക്ടർ മാത്രമേ കാണാൻ പറ്റൂ. അല്ല, ഞാൻ സത്യം പറയുന്നത്. സുഭാഷ് ചേട്ടൻ എൻ്റെ സംവിധായകൻ എന്നുള്ളതിൻ്റെ അപ്പുറത്തേക്ക് എൻ്റെ ഭയങ്കര സുഹൃത്താണ്. അപ്പം നമ്മൾ അങ്ങോട്ടും കൂടെ ഒക്കെ ഇങ്ങനെ കുശുമ്പൊക്കെ പറയും. ഇപ്പോൾ പുള്ളി ഇങ്ങനെ പറയും, നിന്നെ ഈ സിനിമയിൽ നിൻ്റെ ഒരു ബാലൻ്റെ പരിപാടിയോ അല്ലെങ്കിൽ നിൻ്റെ ഒരു ഇതോ ഇല്ല. അപ്പം ഞാൻ പറഞ്ഞു, വേറെ ഏത് സിനിമയിലാണ് എൻ്റെ ഇത് വന്നേന്ന് പറയടോ. സത്യം, നമ്മൾ മാക്സിമം അത് വരരുത് അങ്ങനെ നോക്കി ചെയ്യുന്ന. പിന്നെ നമുക്ക് ഇപ്പോൾ പെട്ടെന്നൊരു കോൾ വരുന്നു, ഇന്ന സ്ഥലത്തേക്ക് വരാൻ പറഞ്ഞാൽ ഒരു 3 ദിവസത്തെ വർക്ക് ഉണ്ട്. നമ്മളിതിപ്പോൾ തൊഴിലാളിയായല്ലോ. മറ്റത് നമ്മൾ പാഷനാണ്, വിദ്യാർത്ഥിയാണ്, ഇപ്പം നമ്മൾ പ്രൊഫഷനും കൂടിയായി. അപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ കയ്യിൽ കുറേ സാധനങ്ങളുണ്ട്, സങ്കടം, ദേഷ്യം. അപ്പം അത് എവിടെയാണ്, ആർക്കാണ് എന്ന് പറഞ്ഞാൽ അത് അപ്പം തന്നെ കൊടുക്കുകയാണ്. രജനി സാർ ഒരു ഇതിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, 5 മോഷൻ ഉണ്ട്, 10 മോഷൻ ഉണ്ട്, ഒരു ഇട്ട് പോകണം കഴിഞ്ഞു. അപ്പോൾ ചില കൊമേഴ്സ്യലായിട്ട് വരുമ്പോൾ അങ്ങനെ മതി. നമ്മളവിടെ ഇപ്പം എനിക്കൊരു പാസിങ് തരുന്നു. ആ പാസിങ്ങിൽ ഞാൻ ചോദിക്കുകയാണ്, ഞാൻ ഇതിന് മുമ്പ് ഞാൻ എന്തായിരുന്നു, വീട്ടിലെ എന്തവസ്ഥയിൽ നിന്ന് ഇറങ്ങി വന്നെ. അപ്പോൾ ഡയറക്ടർ ഇങ്ങനെ നോക്കും, അത് ഞാൻ ഈ പാസ് ചെയ്യുമ്പോൾ ഞാൻ വീട്ടിൽ തല്ല് പിടിച്ചിട്ടാണോ തന്നെ, അതോ ഞാൻ അത്യാവശ്യമായിട്ട് എങ്ങനെയെങ്കിലും പോവുകയാണോ, ഞാൻ ചുമ്മാ പോവുകയാണോ, ഏതാണ് ചോദിക്കാന്ന് വെച്ചോ. ഞാൻ എങ്ങനെയെങ്കിലും പോകണോ എന്ന് പാസ് ചെയ്യുന്ന പറയുള്ളൂ. അവർക്കത് അവിടെ നിന്നിട്ട് വിവരിച്ചു തരാൻ പറ്റില്ല. അവിടെ ഒരു പാസിങ് എന്ന് പറഞ്ഞാൽ പാസിങ് മതി. അപ്പൊ പക്ഷേ തിയേറ്ററിൽ നിന്ന് വന്നവർക്ക് ഇങ്ങനെ ഒരു പ്രശ്നം കൂടി ഉണ്ട്. ഇതിന്റെ സബ് ടെസ്റ്റ് ഉണ്ടാക്കിയിട്ട് അതിന്റെ ഒരു അടിസ്ഥാനത്തിൽ പാസ് ചെയ്യുമ്പോൾ അതിനൊരു ഡെപ്ത് ഫീൽ ചെയ്യും. ആ ഡെപ്ത് ചിലപ്പോൾ തിയേറ്ററിൽ എങ്ങനെ അതിൻ്റെ ആവശ്യമുണ്ടോ, ടോട്ടാലിറ്റിക്ക് അത് വേണ്ടായിരിക്കും. അപ്പം അതുകൊണ്ട് ആ ഒരു ഇത് മാറ്റി വെച്ചു. കുറേ സിനിമകൾ കഴിഞ്ഞപ്പോൾ ഇപ്പോൾ കാർബണിൽ അത് ചെയ്തിരുന്നു. ഞാൻ ഇങ്ങനെ സബ് ടെസ്റ്റ് ഉണ്ടാക്കുക. കാർബണിലെ സ്റ്റാലിൻ എന്ന് പറയുന്ന ഒരു ക്യാരക്ടറാണ്. നാടും കാടുമായിട്ട് ബന്ധമുള്ള ഒരു ക്യാരക്ടർ. അയാൾ പല പരിപാടിയുണ്ട്, തേൻവിക്കലുണ്ട്, ടൂറിസ്റ്റ് കാണിക്കലുണ്ട്, മറ്റേ പണിക്ക് പോലുണ്ട്, ഇതുണ്ട്. ഇങ്ങനെ അവിടെ ചാടി ഇവിടെ ചാടി നിൽക്കുന്നത്. അപ്പോൾ ഈ ക്യാരക്ടറിനെ പഠിക്കുമ്പോൾ അല്ലെങ്കിൽ വേണു സാറ് പറഞ്ഞു തരുമ്പോൾ ഒരു ആനിമലിനെ നമ്മൾ അങ്ങനെ വർക്ക് ചെയ്യും. നമ്മൾ ആ ക്യാരക്ടറിൽ ഒരു ആനിമൽ, ഇപ്പോൾ കമ്മട്ടിപ്പാടം ബാലനെ ഒരു തെരുവ് നായയുടെ ആറ്റിറ്റ്യൂഡുകളാണ് കൊടുത്തിട്ടുള്ളത്. അതിൻ്റെ സ്നേഹവും അതിൻ്റെ ദേഷ്യവും അതിൻ്റെ ചില ചേഷ്ടകൾ ഒക്കെ ആണ് ബാലൻ്റെ ആനിമലായിട്ട് നായയാണ് എടുത്തിട്ടുള്ളത്. സ്റ്റാലിൻ്റെ ആനിമലായിട്ട് കുരങ്ങനെയാണ്. അപ്പോൾ ബോഡി ലാംഗ്വേജിലൊക്കെ ഇങ്ങനെ എപ്പോഴും സാറേ നമുക്ക് അവിടെ പോയിട്ട് അവിടെ നിന്ന് കുറച്ച് പോയാൽ മതി, അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഉള്ള ഒരു വർത്തമാന ശൈലി, നടപ്പും ചാട്ടവും ഒക്കെ എന്നാൽ ഇങ്ങനെ കാണിക്കലല്ല. അയാൾ കുരങ്ങനുണ്ടോയെന്ന് നമ്മൾ സൂക്ഷ്മിച്ച് നോക്കിയാൽ ഒരു കുരങ്ങനെ ഇൻപുട്ടാണോ അതോ ഇല്ല, നമ്മളുണ്ടാക്കുന്ന നടൻ്റെ ഒരു ഉത്തരവാദിത്വത്തിൻ്റെ ഭാഗമായിട്ട് വേണമെങ്കിൽ ഉണ്ടാക്കാവുന്ന കാര്യങ്ങളാണ്. പക്ഷെ ഇത് ഇങ്ങനെ ഉണ്ടാക്കണമെങ്കിൽ നമുക്ക് സമയം വേണം. അതിൻ്റെ ആവശ്യമുണ്ടോ എന്നുള്ളത് ഈ പറയുന്ന അതിനുള്ള സ്പേസ് ഉണ്ടെങ്കിൽ ഡയറക്ടർ ആ സ്പേസ് തരികയാണെങ്കിൽ നമുക്കത് ഉണ്ടാക്കാം. ഇപ്പം നമുക്ക് ഈ 3 ദിവസത്തെ ക്യാരക്ടറിനൊക്കെ വേണ്ടിയിട്ട് ചിലപ്പോൾ പോയി സബ് ടെസ്റ്റ് കുത്തിയിരുന്ന് എഴുതി ബോഡി ലാംഗ്വേജ് ഉണ്ടാക്കി അതിൻ്റെ ആവശ്യമില്ല. അപ്പം എങ്ങനെയാണ് ഈ പ്രിപ്പറേഷൻസ് സാധാരണ നടത്താറുള്ളത്? ഇപ്പോൾ ഒരു കമ്മട്ടിപ്പാടത്തിലേക്ക് തന്നെയാണ് പിന്നെയും അറിയാതെ എത്തിപ്പോകുന്നത്. ആ ക്യാരക്ടറിന്റെ സ്ട്രെങ്താ.
ഓരോ ക്യാരക്ടറും ഈ പറഞ്ഞ പോലെ വളരെ ഇൻഡിവിജ്വാലിറ്റി ഉള്ള ക്യാരക്ടേഴ്സാണ്. എന്ത് പ്രിപ്പറേഷനാണ് ചേട്ടൻ്റെ ഭാഗത്തുനിന്ന്? ഇപ്പോൾ ഇത് പറഞ്ഞു, ഇതുപോലെ ഒരു ആനിമലിൻ്റെ ഒരു നേച്ചർ, വേറെ എന്ത് പ്രിപ്പറേഷനാണ് ചേട്ടൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവാറ്? അല്ല, നമ്മളിപ്പോൾ നമ്മളൊരു ഡോക്ടറിൻ്റെ അടുത്ത് പോകുമ്പോൾ എന്താണോ നമ്മുടെ അസുഖം അത് നോക്കിയിട്ട് അതിൻ്റെ ട്രീറ്റ്മെൻറ്റാണ്. അപ്പോൾ ആ വരുന്ന പേഷ്യൻ്റാണ് ക്യാരക്ടർ. അതിന് നമ്മൾ ട്രീറ്റ്മെൻറ്റ്, അയാൾക്ക് ചിലപ്പോൾ ഒരു പാരസിറ്റാമോളിൽ തീരുന്നതായിരിക്കും. ജസ്റ്റ് ആ ഡയലോഗ് പഠിക്കുക, അത് പറയുക. വേറെ നമ്മൾ തന്നെ നമ്മളായിട്ട് തന്നെ നിന്നാൽ തീരുന്ന തലവേദന ഉണ്ടാവുള്ളൂ. ചിലപ്പോൾ അത് കോംപ്ലിക്കേറ്റഡ് ആയിരിക്കും. കാരണം അയാൾ പല രീതിയിൽ അയാൾ പിടുത്തം കിട്ടാത്ത ഒരാളായിരിക്കും, പല രീതിയിൽ പോകുന്ന ഒരു ക്യാരക്ടർ. അപ്പോൾ അങ്ങനെ ഒരു പാമ്പായിരിക്കും. നമ്മളത് വായിക്കുമ്പോൾ അതിന് ഇങ്ങനെ കെട്ടുപിഴിഞ്ഞ് പോകുന്ന ഒരു കഥാപാത്രം നമ്മൾ ഒരു സ്നേക്കിൻ്റെ ഒരു സ്വഭാവം ആയിരിക്കും. അപ്പം നമ്മൾ അതിൻ്റെ ഒരു ടൈമിങ് എടുത്തിട്ട് ആ ഡയലോഗ് ഒന്ന് പറഞ്ഞു നോക്കും. ഒരു പാമ്പ് പറയുന്ന പോലെ ഞാൻ നിന്നോട് പറഞ്ഞു, നിനക്ക് മനസ്സിലായോ എന്ന്. ഇതിൽ ഇങ്ങനെയൊക്കെ കാണിക്കുമ്പോൾ മറ്റേ മിമിക്രിയോ അല്ലെങ്കിൽ നമ്മൾ മറ്റേ അതല്ല. പക്ഷെ എവിടേക്കോ ഒരു സർപ്പത്തിൻ്റെ നോട്ടം, ഒരു സർപ്പത്തിൻ്റെ ഒരു വിഷം ചീറ്റൽ, അയാളുടെ സ്വഭാവത്തിൽ അത് നമ്മൾ കൊടുക്കുന്ന, അത് വായിക്കുമ്പോൾ നമുക്കൊരു സർപ്പത്തിനെ ഫീൽ ചെയ്യുന്നുണ്ട്. എല്ലാത്തിലും ഈ അറിവൊക്കെ ഒരു ആക്ടിങ് സ്കൂളിൽ പോയാലേ നമുക്ക് കിട്ടുള്ളൂ. ഇത് ഞാൻ ഇവിടെ നിന്ന് വെറുതെ പറയാ. ഇതിപ്പോ പറഞ്ഞു വരുമ്പോ അല്ല, ഇങ്ങനെയൊക്കെ ഉണ്ട്. അതായത് ഇതൊക്കെ സിനിമയ്ക്ക് ആവശ്യമുണ്ടോന്ന് ചോദിച്ചാൽ ആവശ്യം ഉണ്ടാവില്ല. എന്നാൽ ഇതൊന്നും ഇപ്പോൾ എന്താ പറയുക, അല്ല ഞാൻ അങ്ങനെ ഒരു സിനിമയുടെ പേരെടുത്തോ അല്ലെങ്കിൽ ആരും പറയുന്നില്ല. പക്ഷെ ഇപ്പോൾ വരുന്ന സിനിമകളിൽ ഇത് എങ്ങനെ നമ്മൾ ഇതൊക്കെ അപ്ലൈ ചെയ്യും? ഇതിൻ്റെ ഒന്നും ആവശ്യമില്ലല്ലോ. പക്ഷെ നടൻ്റെ ഒരു ഞാനിപ്പോൾ ഇത് പറയുമ്പോൾ ഞാൻ അനുഭവിക്കുന്ന ഒരു സുഖമുണ്ടല്ലോ. ആ ബോഡി ലാംഗ്വേജിൽ തന്നെ നമ്മൾ പകുതി അഭിനയം തീർന്നു. അതെ അതെ, നടന്നു അല്ലേ. പിന്നെ ബാക്കി എക്സ്പ്രഷൻസും മതി, ഡയലോഗ് നോക്കിയാൽ മതി. അപ്പോൾ നമുക്ക് ആക്ടർ എന്ന് പറയുന്നൊരു സൈൻ ചെയ്യാനും നമ്മളതിൽ ഒരു രതിയിൽ ഏർപ്പെടാനും, അതായത് ആ ഒരു എക്സ്ട്രീമിലെത്താനും നമുക്ക് ഇങ്ങനെ പഠിച്ച് ചെയ്താൽ ഗുണമുണ്ടാവും. നമുക്ക് സർവൈവ് ചെയ്യാൻ അല്ലെങ്കിൽ ഒരു ആക്ടർ എന്ന് പറയുന്ന ഒരു സെലിബ്രിറ്റി ആവാൻ ഇതിൻ്റെ ആവശ്യമില്ല. അത് തന്നെയാണെന്ന് തോന്നുന്നു ചേട്ടൻ്റെ ക്യാരക്ടേഴ്സ് ഓരോന്നും യുണീക്കായിരിക്കാനുള്ളതിൻ്റെ ഒരു ട്രേഡ് മാർക്കും അല്ലേ? ആയിരിക്കാം, എനിക്കറിയില്ല. എനിക്ക് തോന്നുന്നു. കാര്യം ആ ഓരോന്നിലും ഓരോ ഭയങ്കര ഡിഫറെന്റ് അല്ലേ അത്. ഇപ്പോൾ ബ്രഹ്മയുഗം എന്നോട് വലിയ പഠനമൊന്നും നടത്താനൊന്നും പറഞ്ഞിട്ടില്ല. എന്നോട് പറഞ്ഞത്, ചേട്ടാ ഇത് ചേട്ടന് വേണമെങ്കിൽ ചെയ്യാതിരിക്കാം, ജസ്റ്റ് ഈ സിനിമയുടെ സ്വഭാവം അറിയിക്കുന്ന ഒരു ക്യാരക്ടർ ആദ്യത്തെ ഇതിൽ. എന്നാൽ അത് നമുക്ക് അറിയപ്പെടുന്ന ഒരാളായിരിക്കും ചേട്ടൻ, അല്ലെങ്കിൽ വേറൊരു അറിയാവുന്ന ഒരാളായിരിക്കണം. കാരണം ആളുകൾ കണ്ട അത് മനസ്സിൽ ഓർക്കാനായിട്ട് ആ മുഖം വേണം, ആ സീക്വൻസ് ഓർക്കാൻ പരിചയമുള്ളൊരു മുഖം വേണം. അത്രേ സിനിമ ഡിമാൻഡ് ചെയ്യുന്നുള്ളൂ. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ ഫുൾ സിനിമ, പിന്നെ മമ്മൂക്കയുടെ മമം കഴിഞ്ഞിട്ട് മമ്മൂക്കയുടെ ഒരു സിനിമയിൽ, അല്ലെങ്കിൽ അങ്ങനെ ലോകം കാണുന്ന സിനിമയിൽ നമ്മൾ ചെറുതോ വലുതോ ആയാലും ഉണ്ടാവുക എന്ന് പറയുന്നതാണ് അതിൻ്റെ ശരി. അപ്പോൾ അതെടുക്കാം എന്നുള്ള തീരുമാനത്തിൽ വന്നു. പക്ഷെ അത് ആ പാസിങ് മാത്രമേ ഉള്ളൂ. ആ യക്ഷിയുടെ പുറകെ പോകുന്നതും യക്ഷി പിടിക്കാൻ പോകുന്നതും അത് മാത്രമേ ഉള്ളൂ. അതിലെന്തൊക്കെ ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ എനിക്ക് പറഞ്ഞിട്ടുള്ളത് ഇത് ഭയം ഉണ്ട്, പിന്നെ ഒരു ഭ്രമമുണ്ട്, അവളെ കണ്ട് ഭ്രമിച്ച് പോവുക എന്ന് പറയുന്നത്. അപ്പോൾ ഇത് രണ്ടും മിക്സ് ചെയ്ത് ഇട്ടുള്ളൊരു ആക്ട് എങ്ങനെയാണ്, അങ്ങനെ ഒരു പഠനം അതിൽ ചെറുതായിട്ടൊരു പഠനം നടത്തി. അപ്പോൾ അതിൻ്റെ ഒരു റെഫറൻസായിട്ട് വേണുചേട്ടൻ്റെ നെടുമുടി വേണു, അദ്ദേഹം നടന്നു പോകുന്നൊരു, അതായത് ഫ്രണ്ട് കണ്ടാലും നമുക്ക് ഫ്രണ്ടിൽ മുഖം കാണാതെ ബാക്ക് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ആ മുഖം ഇങ്ങനെയായിരിക്കണമെന്ന് എന്ന് മനസ്സിലാവുന്ന ഒരു ബോഡി ലാംഗ്വേജിൽ അദ്ദേഹം ഒരു സ്റ്റെപ്പിൻ്റെ മുകളിലേക്ക് കയറി ഒരു സ്ത്രീയുടെ പുറകിൽ കൂടി ഇങ്ങനെ പോകുന്നൊരു രംഗമുണ്ട്, ഞാൻ ഓർക്കുന്നുണ്ട്. അതായിരുന്നു ആ നടപ്പിനൊരു, അതിൻ്റെ ഒപ്പം തന്നെ ഭയമുണ്ട്. അപ്പം അങ്ങനെ ആ ചെറിയ റോളാണെങ്കിലും അതിനുവേണ്ടി പണിയെടുക്കാൻ തയ്യാറാണ്. പണിയെടുക്കലാണ് ഏറ്റവും വലിയ സന്തോഷം കിട്ടുന്ന ഒരു പ്രോസസ്സ്. പണിയെടുക്കാനുള്ള ക്യാരക്ടറെ കിട്ടിയാൽ നമുക്ക് 1 കോടി രൂപ ശമ്പളം കിട്ടിയ പോലെ. ശമ്പളത്തിൻ്റെയും ഭക്ഷണത്തിൻ്റെയും റൂമിൻ്റെയൊക്കെ തല്ലുപിടുത്തൊക്കെ പിന്നീടാണ്. അതൊന്നും ഒക്കെ അഡ്ജസ്റ്റബിളാണ്. പക്ഷെ നമുക്ക് ഈ പണി ഉണ്ടെങ്കിലേ അതൊന്നും നമ്മൾ മൈൻഡാക്കില്ല. ഇതിലിങ്ങനെ ത്രസിച്ച്. അപ്പം എനിക്ക് ആ ഒരു
ഒരു ത്രില്ല് ഭ്രമയുഗത്തിൽ കിട്ടിയിരുന്നു അങ്ങനെ പണിയെടുക്കാനുള്ള. പക്ഷേ സിനിമ തുടങ്ങുമ്പോൾ 2 മിനിറ്റ് 3 മിനിറ്റേ ഉള്ളൂ. അത് സംസാരിക്കപ്പെട്ടു എന്നുള്ളതിൽ ഞാൻ അത് മതിയായിരുന്നു അങ്ങനത്തെ ഒരു സിനിമയില്. അതെ, അത് കൃത്യമായിട്ട് ആ സിനിമയുടെ സ്വഭാവം എന്താണെന്ന് അത് ആ ഡയറക്ടർ ഉദ്ദേശിച്ച പണി കൃത്യമായിട്ട് ചെയ്തു. അതേപോലെ തന്നെ ആക്ടർ എന്നുള്ള നിലയിൽ എന്നെ അതെടുത്ത് മെൻഷൻ ചെയ്ത ആളുകൾ പറഞ്ഞു അടിപൊളിയായിരുന്നു കേട്ടോ, അപ്പോൾ രക്ഷ പിടിക്കണത് കുറച്ചുള്ളെങ്കിലും നന്നായിരുന്നു എന്നാണ്. ഇപ്പോൾ അതിൻ്റെ ഫങ്ഷനിൽ മമ്മൂക്ക കൊള്ളാടോ എന്ന് പറഞ്ഞു. നമുക്കത് മതി, ഹാപ്പിയാണ്. അപ്പോൾ അങ്ങനത്തെ ഹാപ്പിനെസ്സൊക്കെ ഉണ്ടാക്കാൻ പറ്റും ആക്ടറാണെങ്കിൽ. ചേട്ടനിപ്പോൾ ഈ ബാലൻ ചേട്ടൻ്റെ കാര്യങ്ങൾ ആ ക്യാരക്ടർ അല്ലെങ്കിൽ റെഫറൻസ് വെച്ച് ചെയ്യുന്നത് പറഞ്ഞു. അലമാരയിൽ ചേട്ടൻ കണ്ടെത്തിയ റെഫറൻസ് എന്തായിരുന്നു? അലമാരയിൽ അതായത് ഇപ്പോൾ നമുക്ക് പല മാർഗങ്ങളുണ്ട് ക്യാരക്ടറിനെ കണ്ടെത്താൻ അല്ലെങ്കിൽ ക്യാരക്ടറിനെ പ്രസൻറ്റ് ചെയ്യാനായിട്ട് നമ്മൾ എടുക്കുന്ന പല. അതിലൊന്ന് ഇത് കേൾക്കുമ്പോൾ നമ്മുടേതായ ട്രീറ്റ്മെൻറ്റുകൾ കൊടുത്തുകൊണ്ട് നമ്മൾ മോൾഡ് ചെയ്തെടുക്കുന്ന ഒരു കഥാപാത്രം, അല്ലെങ്കിൽ സംവിധായകൻ പറയുമ്പോൾ അയാൾ ആസ്വദിച്ച് പറയുന്നൊരു ഇത് നമുക്ക് കിട്ടും. അയാൾ സംസാരിക്കുമ്പോൾ നമ്മളിങ്ങനെ നോക്കിയാൽ നമുക്ക് മനസ്സിലാവും അയാൾ ഇതിന് എന്ത് ഫിഗറാണ് കൊടുക്കണം എന്നുള്ളത്. അപ്പോൾ അയാളെ ഫോളോ ചെയ്യുക, ആ ഡയറക്ടറെ ഫോളോ ചെയ്യുക എന്നുള്ളതാണ് പുള്ളി പറയുന്ന. അങ്ങനെ ഫോളോ ചെയ്തിട്ടുള്ള കുറച്ച് ക്യാരക്ടേഴ്സ് ഉണ്ട്. അപ്പോൾ മിഥുനാണ് എൻ്റെ റെഫറൻസ് എന്ന് പറയുന്നത്. മിഥുൻ പറയുന്നത്, മിഥുൻ ചിരിക്കുന്ന ആ ഒരു ഏരിയകളുണ്ട്, മിഥുൻ ഇഷ്ടപ്പെടുന്ന കാര്യങ്ങളുണ്ട്, അതാണ്. അതല്ലാതെ അതിന് വേറൊരു സബ് ടെസ്റ്റ് ഇല്ല. അങ്ങനെ അതങ്ങനെ അവർ പറയുന്നതനുസരിച്ച് അങ്ങനെ ചെയ്യുന്നു. നമ്മൾ ഭയങ്കര ഫ്രീ ആയിട്ട് ഈ പറഞ്ഞ മദ്യപാനി എന്നൊക്കെ പറയുന്നത് നമ്മളിലുള്ള ഒരാളാണല്ലോ. അപ്പം ഞാൻ തന്നെ ആയിരിക്കും അതിൽ കുറേ എൻ്റെ തന്നെ കുറേ ചേഷ്ടകളൊക്കെ തന്നെ, അല്ലാതെ അതിനകത്ത് വേറൊരു ഈ പറഞ്ഞ ഒരു ടെസ്റ്റ് ഉണ്ടാക്കിയിട്ട് അല്ലെങ്കിൽ ഈ പറഞ്ഞ ആനിമൽ നോക്കിയിട്ട് അങ്ങനെയില്ല. അതിനകത്ത് കോമൺ ആയിട്ടുള്ള ഒരു മാമൻ എന്ന് പറയുന്ന ഒരു ഇതുള്ളൂ. വേറെ റെഫറൻസുകളൊന്നും അതിന് കൊടുത്തിട്ടില്ല. അത് എൻജോയ് അതായത് ഓരോ ക്യാരക്ടറും എക്സ്ട്രീംലി യുണീക്ക് ക്യാരക്ടേഴ്സ്. അതിലൊന്നിലും താങ്കളില്ല, ഒരു ക്യാരക്ടറിലും ഇല്ല. നമ്മളെ ക്യാരക്ടറിനെ മാത്രമേ കാണുന്നുള്ളൂ. താങ്ക് യു, സന്തോഷം ഒരുപാട്. ഈ പറഞ്ഞ നമ്മൾ ഈ കൊടുക്കുന്ന ട്രീറ്റ്മെൻറ്റ് തീരുമാനിക്കുന്ന ഒരു സെൻസ് ഉണ്ടല്ലോ, അത് തെറ്റിപ്പോയാൽ എല്ലാം തീരും. ബാലൻ ചേട്ടന് അത് മതി എന്ന് തീരുമാനിക്കുന്ന സെൻസാണ് നമ്മുടെ, ആ തീരുമാനമാണ് അവിടുത്തെ ഗുഡ്. മനസ്സിലായി. ആ കറക്റ്റ് ആ ബാലൻസിൽ ആ കറക്റ്റ് അത് കോംപ്ലിക്കേറ്റഡ് ആക്കിയിട്ട് അതിനൊരു ആനിമൽ, ഇപ്പൊ എലി ഞാൻ പറയാ, ഇപ്പൊ വേണമെങ്കിൽ എലി എന്ന് പറയുന്നൊരു ആനിമലിനെ വെച്ചിട്ട് ഞാൻ അങ്ങനെ ചിലതിന് അതിൻ്റെ ആവശ്യം ഉണ്ടാവില്ല. ഇപ്പോൾ നമ്മളിവിടെ ഇരുന്ന് സംസാരിക്കുന്നു, ഞാൻ ഒട്ടും ഈ പറഞ്ഞ ഒരു കാര്യം പഠിച്ചിട്ടല്ല എന്ന് പറയണം. ഇത് പഠിച്ചിട്ട് എന്ന് പറഞ്ഞാൽ ഈ ഇന്റർവ്യൂ ഇങ്ങനെ ആയിരിക്കില്ല, ഈ ലൈവ്നെസ് ഉണ്ടാവില്ല. ഞാൻ പലപ്പോഴും അങ്ങനെ ഇന്റർവ്യൂസിന് പോകുമ്പോൾ ഫ്രീ ആയിട്ട് പോവാ. അവരെന്താണ് ഭയങ്കര ഒബ്സർവേഷൻ സ്കിൽസ് ഭയങ്കരമായിട്ടുള്ളൊരു വ്യക്തിയാന്ന് തോന്നുന്നു. സത്യം, ഓരോന്ന് പറയുമ്പോ കണ്ണിലുണ്ടല്ലോ അല്ലേ? ശരിയാണോ? ശരിയാണ്. അതൊക്കെ ഞാൻ പറഞ്ഞില്ല, എനിക്ക് ഇത് മാത്രമേ ഉള്ളൂ, അത്ഭുതപ്പെടാനൊന്നുമില്ല. ഇങ്ങനെ ഇരുന്ന് നിങ്ങൾ എല്ലാ കാര്യങ്ങളും ഒപ്പിയെടുക്കാനുള്ള ഒരു കഴിവുണ്ടെന്ന് തോന്നുന്നു. ആ ഡയറക്ടർ പറയും എന്ന് പറഞ്ഞിട്ട് ചിരിക്കല്ലേ? ഞാൻ വളരെ സീരിയസ് ആയി പറഞ്ഞിരിക്കുക. ഞാൻ ഇപ്പൊ ഡയറക്ടർ പറഞ്ഞു എന്നല്ല, ഞാനത് വെറുതെ പറയല്ല. അത് പറയുമ്പോൾ മുമ്പിലൊരു ഡയറക്ടറിനെയും അദ്ദേഹം പറയുന്നത് എങ്ങനെയാണ് അബ്സോർബ് ചെയ്യുന്നതെന്ന് എനിക്കിവിടെ കണ്ണിലൂടെ കാണാൻ പറ്റുന്നുണ്ട്. ചേട്ടൻ്റെ ലൈഫിൽ ഒരുപക്ഷെ ചേട്ടൻ അത് തിരിഞ്ഞു നോക്കാൻ ആഗ്രഹിക്കാത്തൊരു കാലഘട്ടമായിരുന്നിരിക്കാം മദ്യപാനവും അതുകൊണ്ടുണ്ടായ ബുദ്ധിമുട്ടുകളും. ജീവിതത്തിലെ കുറച്ച് ഒരു ബുദ്ധിമുട്ട് പിടിച്ചൊരു കാലഘട്ടത്തെക്കുറിച്ച് ഇൻ്റർവ്യൂസിൽ പറഞ്ഞിരുന്നു. അതിൽ ഏറ്റവും റിഗ്രറ്റ് ചെയ്യുന്നൊരു കാര്യം എന്തായിരിക്കും ആ ഒരു സമയത്ത്, അല്ലെങ്കിൽ അങ്ങനെ ഒരു ശീലം കൊണ്ട്? അല്ല, അത് ഫാമിലിക്ക് നമ്മളെ കൊണ്ടുണ്ടായിട്ടുള്ള ബുദ്ധിമുട്ടുള്ള അമ്മയെ നമുക്ക് വേണ്ടത്ര സ്നേഹിക്കാൻ കഴിഞ്ഞില്ല, അല്ലെങ്കിൽ അമ്മയ്ക്ക് എന്നെ സ്നേഹിക്കാനുള്ള അവസരം ഞാൻ കൊടുത്തില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രശ്നം. പിന്നെ അത് ഓർക്കാൻ ഇനി അങ്ങനെ ഞാൻ ഒരിക്കൽ അത് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു. അത് പറഞ്ഞതിൻ്റെ ഉദ്ദേശം ഞാൻ എൻ്റെ കൺമുന്നിൽ കണ്ടുകൊണ്ടിരിക്കുകയാണ്. പുതിയ ചെറുപ്പക്കാർ, പിള്ളേർ വീട്ടിൽ ഉണ്ടാക്കുന്ന ബഹളങ്ങൾ, അല്ലെങ്കിൽ ഈ ലഹരിക്ക് കൊടുക്കുന്ന പ്രാധാന്യം. അപ്പോൾ എനിക്ക് അവരോട് നേരിട്ട് പോയി പറഞ്ഞാൽ എത്ര പേരെ നന്നാക്കാൻ പറ്റില്ല. അപ്പോൾ ഞാൻ എൻ്റെ റെസ്പോൺസിബിലിറ്റിയുടെ ഭാഗമായിട്ടാണ് ഞാനത് പറഞ്ഞിട്ടുള്ളത്. ഞാൻ ഒരു പക്ഷേ ഞാൻ ആക്ടർ എന്നുള്ള ഇതിൽ എനിക്കൊരു
ടേണിംഗ് പോയിന്റ് ഉണ്ടായില്ലായിരുന്നെങ്കിൽ ഞാൻ നശിഞ്ഞു പോയേനെ. ഞാൻ ഇങ്ങനെ ആയിരുന്നു. ഒരു മനുഷ്യൻ വീഴാവുന്നതിനേക്കാൾ ഏറ്റവും അഴുക്ക് പിടിച്ച ഒരു കുഴിയിൽ നിന്ന് കയറി വന്നിട്ടാണ് ഞാൻ ഈ പറയുന്നത് അവിടെ കുഴിയുണ്ട്, അതിലേ പോവല്ലേ എന്ന്. എങ്ങനെയാണ് ചേട്ടൻ അതിൽ നിന്നൊരു മാറ്റം വന്നത്? വേറൊന്നുമല്ല, ഒരുപക്ഷെ ഇത് നിർത്താൻ ആഗ്രഹിക്കുന്ന ഒരു പയ്യനോ അല്ലെങ്കിൽ ഒരു പെൺകുട്ടിയോ ആണെങ്കിൽ എങ്ങനെയാ അവർക്കിത് അതിനൊന്ന് അല്ല, നമ്മളത് കാണും. നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നതിനെ നമ്മൾ കാണുന്നില്ല, നമ്മൾ അറിയുന്നില്ല. അപ്പം നമ്മൾ ആദ്യം സംസാരിച്ച പോലെ പ്രസൻസ് ഇല്ലാതെ ജീവിക്കുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നമാണ്. അപ്പം എനിക്കൊരു ട്രീറ്റ്മെൻറ്റ് കിട്ടിയത് ഒരു ഭിത്തിയിൽ നിന്നിട്ട് സിനിമ കാണുന്ന പോലെ ഓർമ്മ, ഇപ്പോൾ ഒരു 3 വയസ്സ് മുതൽ ഓർമ്മയുണ്ടെങ്കിൽ അവിടെ നിന്ന് ഇവിടം വരെ ഒന്ന് കാണാൻ ശ്രമിക്കുന്നു പറയും. അപ്പം ഞാനത്, നമ്മൾ ആക്ടർ ആയതുകൊണ്ട് നമുക്കത് ഈസിയാണ്. 1-2 തവണ ഡിസ്റ്റർബ് ചെയ്യും. പിന്നെ അത് കാണാൻ തുടങ്ങിയപ്പോൾ എനിക്കത്, ഞാൻ ഇരുന്ന് കരയുകയാണ്. ഞാൻ സിനിമ കാണുന്ന പോലെ തന്നെ കാണുക. അപ്പം ഞാൻ ചെയ്ത് കൂട്ടിയത്, എന്നെക്കുറിച്ച് പറഞ്ഞതും, ഞാൻ എന്താ പറയുക, ഞാൻ കാരണം ഓരോരുത്തർ കരഞ്ഞതും വിഷമിച്ചതൊക്കെ ഞാൻ ലൈവ് കാണുകയാണ്. ഇത് വേണ്ടാന്ന് സ്വയം തോന്നാതെ മദ്യപാനോ അല്ലെങ്കിൽ സിഗരറ്റോ എന്തും നിർത്താൻ പറ്റുമെന്ന് എനിക്ക് തോന്നണില്ല. എന്ത് മരുന്നുണ്ടെങ്കിലും അവനവൻ ഇത് കാണണം. അവനവൻ്റെ സിനിമ ഒന്ന് കാണാൻ ഉള്ള കഴിവ് നമ്മൾ ഉണ്ടാക്കണം. അപ്പം നമുക്ക് മനസ്സിലാവും, ഒരു റിയലൈസേഷൻ. അതെ. ചേട്ടൻ നന്നായി പാട്ട് പാടുന്ന എനിക്കറിയാം. അയ്യോ, 2 വരി, 2 വരി, 1 വരി, 2 വരി. ഏത് പാട്ടാ പാടുക? ഇഷ്ടമുള്ള പാട്ട്. ഞാൻ കുറെ തപ്പി നോക്കി, കുറച്ച് പാട്ടുകൾ റെഫറൻസ് ചേട്ടനോട് പറയാനില്ല. പെട്ടെന്ന് ഇഷ്ടല്ലേ പാട്ട് പാടാൻ? ഇഷ്ടല്ലേ? നാടൻ പാട്ടുകളൊക്കെ ഒരുപാട് പാടുന്ന ആളല്ലേ? പക്ഷെ എനിക്ക് അങ്ങനെ എനിക്ക് ഇഷ്ടമുള്ളൊരു പാട്ടാണ്. പക്ഷെ അത് ഞാൻ പാടുന്ന പോലെ അല്ല. അതിൻ്റെ ടൂണും അതിൻ്റെ രീതികളൊക്കെ വേറെ. ഞാൻ പാടി വരുമ്പോൾ അത് വേറൊരു പാട്ടാവും. എങ്കിലും വെറുതെ സാരില്ല, ഞങ്ങൾ കേൾക്കാം. ഇന്നലെ വന്നില്ല ഇന്നും വന്നീലൻ്റെ കണ്ണപ്പനാങ്ങള പൊന്നാങ്ങള, പെൺപണം തേടി മലകേറിപ്പോയെൻ്റെ മച്ചൂനനാങ്ങള കുഞ്ഞാങ്ങള. ഇന്നലെ വന്നില്ല ഇന്നും വന്നീലൻ്റെ കണ്ണപ്പനാങ്ങള പൊന്നാങ്ങള, ചങ്കും കരക്കി ചതിക്കൂഴി കാട്ടണ ശങ്കരനുപ്പാപ്പൻ ചത്തുപോയി. ചങ്കും കരക്കി ചതിക്കൂഴി കാട്ടണ ശങ്കരനുപ്പാപ്പൻ ചത്തുപോയി. സങ്കടമത്രേനും തന്നും കൊണ്ടേ എൻ്റെ നെഞ്ചിലെ മൈന പറന്നും പോയി. ഇങ്ങനെ പാടിയിട്ടാണോ ഞാൻ പാടുന്നോന്ന് ആലോചിച്ചേ. അല്ല, അത് ഇങ്ങനെയല്ല പാട്ട്. സദസ്സുകളില് പാടാറില്ല. പാടാൻ ഇഷ്ടല്ലേ? ഇഷ്ടാണ്. ഈ ബ്രീത്തിന്റെ പ്രശ്നവും പിന്നെ പാടാനുള്ളൊരു. പണ്ടൊക്കെ ചേട്ടൻ പാടിയിട്ടുണ്ട്. ഫുൾ പാട്ടായിരുന്നു. അത് ഒരു സദസ്സില് എന്തൊരു അല്ല, അത് ഈ പറഞ്ഞ പോലെ ഇപ്പൊ കുറച്ച് ബ്ലോക്കുകളായി. ഇനി ആ ബ്ലോക്കൊക്കെ പൊട്ടിക്കണം. ഈ മദ്യം ഉള്ളപ്പോൾ ഉള്ള പോസിറ്റീവ് എന്ന് പറയുന്നത് ബ്ലോക്കേ ഉണ്ടാവില്ല. അങ്ങനെ ഒരു കുറെ ഗുണമുണ്ട്. ഇപ്പൊ നമുക്ക് ഈ പറഞ്ഞ പോലെ പാടുമ്പോ ഇച്ചിരി ബ്ലോക്കൊക്കെ ഉണ്ട്. ബ്ലോക്ക് കേൾക്കാൻ നല്ല രസമുണ്ട്. നാടൻ പാട്ടുകൾ നമ്മൾ പണ്ട് ഇപ്പൊ മണിച്ചേട്ടനൊക്കെ പാടുമ്പോ, കലാഭവൻ മണിച്ചേട്ടനൊക്കെ പാടുമ്പോ ഒരു ഫീൽ ഇല്ലേ? മണിച്ചേട്ടനൊന്നും പറയല്ലേ. അല്ല, അതുപോലെ നമുക്ക് കേട്ടിരിക്കാൻ. അതെ അതെ അതെ. എനിക്ക് ഈ പറഞ്ഞ പോലെ രാഗം അല്ലെങ്കിൽ അതിന്റെ മറ്റു കാര്യങ്ങളോ വരി നാടൻ പാട്ടുകൾ എഴുതാറില്ല. ഇല്ല, എന്തെങ്കിലും കവിത അപ്പൊ ഉണ്ട്, അതൊക്കെ ഉണ്ട്. അപ്പൊ അതിൽ ഈ ഫീൽ എന്ന് പറയുന്ന സാധനമല്ലേ, നമ്മൾ ഹൃദയം കൊടുത്തങ്ങോട്ട് ചെയ്യാന്ന് പറയുന്ന ഒരു ക്വാളിറ്റി ഉണ്ട്. അതല്ലാതെ ബാക്കി അതിൻ്റെ പരിപാടികൾ പാട്ടിൻ്റെതായ കാര്യങ്ങളൊന്നുമില്ല. എഴുതാറുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ മോനെ ഓർക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു പാട്ട് എഴുതി. പിന്നെ ഈ കവിതകൾ, ചിതലരിച്ച ചിന്തകൾക്ക് ചിതയൊരുക്കണം, അക്ഷരങ്ങൾ ചേർത്തുരച്ചൊരഗ്നി തീർക്കണം, ആശയം കൊടുക്കണം കൊടുക്കുവാൻ പഠിക്കണം, പഠിക്കുവാൻ നടക്കണം, നാടു നീ അളക്കണം, നാളെ നീ ഭരിക്കണം, ഭാരമെന്ന് തോന്നിയാൽ ത്യജിക്കണം. ഇങ്ങനത്തെ പണ്ട് അല്ല, ഇത് ചുമ്മാ റാപ്പ് പോലെ. അത് നമ്മുടെ വേടനൊക്കെ വന്നതിന് മുമ്പുള്ള റാപ്പാട്ടോ. അത് ഇപ്പൊ ഉള്ളതല്ല. ഇത് ഇവിടെ വന്നിട്ട് ബ്ലോക്കായി. പിന്നെ അങ്ങോട്ട് വരിയൊന്നും കിട്ടില്ല. അത് അവിടെ നിർത്തി. അതത്രേ ഉള്ളൂ. അതിൻ്റെ അങ്ങനത്തെ പാട്ടെടുത്തുണ്ട്.
പിന്നെ അവളും ഞാനും ഒന്നിച്ചാ പഠിച്ച്, 1 എന്ന് എണ്ണാൻ പഠിച്ച്, 1 1 2 പഠിച്ച്, 1 1 2 പഠിച്ച്, 1 നിന്നും 1 പോയാൽ ഒന്നുമില്ലെന്നും പഠിച്ച്. ഇങ്ങനത്തെ ഈ എന്ത് രസാ കേൾക്കാൻ, എന്ത് രസാ കേൾക്കാൻ. ഇതൊക്കെ ഇവിടെ സ്റ്റക്കായിന്ന് പറയല്ലേ. അങ്ങനത്തെ ഈ പറഞ്ഞ പോലെ പറന്ന് നടന്നപ്പോൾ എഴുതിയ കഥകൾ. പിന്നെ മോനെ ഉറക്കാൻ വേണ്ടിയിട്ടൊരു പാട്ട്. ഈ ഞങ്ങളെ അമ്മ പാട്ട് പാടിയാ ഉറക്കണം. അപ്പോൾ അമ്മ ഞങ്ങൾ തമിഴ് വംശജരാണ്. അമ്മയ്ക്ക് ഈ ശിവാജി ഗണേശൻ. അപ്പോൾ മലർந்து മലരാத பாதி மலர் போல வளரும் விழிவண்ணமே வந்து விடிந்தும் விடியாத காலை பொழுதாக விளைந்த கலையண்ணமே நதியில் விளையாடி கொடியில் தலை சீகி நடந்த இளந்தன்றலே வளர்பொதிகை மலை தோன்றி மதுரையை நகர்கண்டு ഒളിന്ത തമിഴ് മന്ത്രമേ. അപ്പോൾ ഈ പാട്ടാണ് അമ്മ പാടി ഓർക്കാറ്. അപ്പം അതിൻ്റെ ഒരു അഴകാന വിഴി രണ്ടും അഴുത് കലക്കാതെ കണ്ണേ കലങ്കാതടാ എന്നിസையே കരയാതടാ உன்னை பெத்த ஆத்தா அவ பார்த்தா தாங்காதே அவளும் அழுதிடுவா அவளும் அழுதிடுவா ഇളമാനിനെ പോലെ നീ ഓടി നടന്നില്ലേ മയിലിനെ പോലെ നീ ആടി നടന്നില്ലേ ദേഹം തളർന്നില്ലേ കൈകാലും നൊന്തില്ലേ നീ ഉറങ്ങ് ഇന്നിനി നീ ഉറങ്ങ് വാവോ വാവേ വാവേ വാവേ. താങ്ക് യു. പാടിയില്ലായിരുന്നെങ്കിൽ എനിക്ക് ഭയങ്കര നഷ്ടമായി പോയത്. ഇത് കാണുന്ന പ്രേക്ഷകർക്കും അതെ. ഞാൻ സെന്റിമെന്റൽ പീപ്പിളാണ്. എന്നെ സെന്റിമെന്റൽ ആക്കി. അപ്പം അങ്ങനത്തെ സ്വന്തം സ്വകാര്യ പാട്ടുകളും പാട്ടുണ്ടാക്കലൊക്കെ ഉണ്ട്. പബ്ലിക് ആക്കിയിട്ടില്ല. ഇത് ഞാൻ ഓൾറെഡി ചാനലിലൊക്കെ പാടിയിട്ടുണ്ട്. ഇപ്പോൾ കുറേ നാൾക്ക് ശേഷം ചോദിച്ചപ്പോൾ പാടിയത്. ചേട്ടൻ അത് എപ്പോഴെങ്കിലും പാട്ടാക്കണം എന്നോ അങ്ങനെ ചിന്തിക്കുന്നുണ്ടോ? കുറച്ച് പാട്ടുകൾ ഒരുമിച്ച് എഴുതി നോക്കാം. അത് കേൾക്കാൻ രസമുണ്ട്, ചെയ്യണം. താങ്ക് യു. അത് കേൾക്കാൻ ഒരുപാട് പേരുണ്ടാവും. താങ്ക് യു. ഞാൻ നോക്കാം. എപ്പോഴെങ്കിലും ഈ സിനിമയിൽ വന്ന് സിനിമാ ജീവിതത്തിൽ സജീവമായതിനു ശേഷം പിന്നെ എപ്പോഴെങ്കിലും സർവൈവ് ചെയ്യാനൊരു സ്ട്രഗിൾ ഉണ്ടായിട്ടുണ്ടോ? എപ്പോഴും ഉണ്ട്. ഞാൻ ആദ്യത്തെ ധാരണ സിനിമ, അതായത് ഇപ്പോൾ കുതിരവട്ടം പപ്പു ചേട്ടൻ, ഒടുവിലൻ കൃഷ്ണൻ, മാള അരവിന്ദൻ, അതേപോലെ അവർ വന്നു, അവർ അങ്ങനെ നിൽക്കുകയാണല്ലോ, പോസ്റ്റ് ആയാലോ. അപ്പം നമ്മൾ ജോലിക്ക് കയറാൻ നമ്മൾ ഇൻ്റർവ്യൂ ഒക്കെ അറ്റൻഡ് ചെയ്യുമ്പോൾ അങ്ങനെ എന്ന് പറഞ്ഞ പോലെ കയറിയ പിന്നെ ഓക്കെയാണ്. നമുക്കൊരു പോസ്റ്റ് ആയാൽ നമ്മൾ പിന്നെ ജീവിതകാലം മുഴുവൻ ആ ശമ്പളം കൃത്യമായിട്ട് വരും എന്നുള്ളൊരു പൊട്ട ബുദ്ധി ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ആദ്യകാലത്ത് വന്ന പൈസയൊക്കെ അത്യാവശ്യം എല്ലാവർക്കും കൊടുക്കുകയും ഞാനും സന്തോഷിക്കുകയൊക്കെ ചെയ്തു. അപ്പോൾ ഈ ഇൻവെസ്റ്റ് ചെയ്യുക, അല്ലെങ്കിൽ ഒരു ബിസിനസ് തുടങ്ങുക, സ്ഥലം വാങ്ങിച്ച് മറിച്ച് വയ്ക്കുക, അത്തരം പരിപാടികളെക്കുറിച്ച് ഒന്നും ഞാൻ ബോധവാനല്ലായിരുന്നു. അതുകൊണ്ട് തന്നെ എൻ്റെ കയ്യിലൊന്നുമില്ല. ബാങ്കുകളുമായിട്ടുള്ള സഹകരണത്തിലാണ് മുമ്പോട്ട് പോകുന്നത്. അപ്പോൾ പെട്ടെന്ന് ഈ പറഞ്ഞ പോലെ കൊറോണ അവതരിക്കുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ സിനിമയുടെ സ്വഭാവം മാറുന്നു. എല്ലാവരും വീട്ടിലിരുന്ന് നടീനടന്മാരായി, കുറേ പുതിയ ആക്ടേഴ്സ് വരുന്നു. അല്ല, സിനിമ മൊത്തത്തിൽ മാറി. നമുക്ക് എന്താ പറയുക, എല്ലാ വർഷവും എനിക്കൊരു 4-5 സിനിമ അങ്ങനെ ഉണ്ടായിരുന്നു. 2016 തൊട്ട് 2021 വരെ ഞാൻ 3 ലാംഗ്വേജിലും ഇങ്ങനെ മാറി മാറി. അപ്പോൾ ഞാൻ ഞാൻ അപ്പോൾ കരുതിയിരുന്നത് ഇത് നിരന്തരമാണ് എന്ന് പറയുന്ന ഒന്നും നിരന്തരമല്ല എന്ന് നമ്മൾ എപ്പോഴും മനസ്സിലാക്കണം എന്നുള്ളത് അവിടെ നിന്നാണ്, ആ ജീവിതത്തിൽ നിന്നാണ് മനസ്സിലാക്കിയത്. അപ്പോൾ കയ്യിലൊന്നും സൂക്ഷിച്ചില്ല. പിന്നെ പടങ്ങൾ കുറയാൻ തുടങ്ങി. പിന്നെ ടോട്ടാലിറ്റി, അതായത് കമ്മട്ടിപ്പാടം സംസാരിക്കാൻ കാരണം ബാലൻ എന്ന് പറയുന്ന ഒരു കഥാപാത്രം മാത്രമല്ല, ആ കഥയും അതിൻ്റെ പശ്ചാത്തലവും അതിൻ്റെ ടെക്നിക്കലും അതിൻ്റെ ദുൽഖർ സൽമാൻ എന്ന് പറയുന്ന ഒരു ഹീറോയും വിനായകൻ്റെ പെർഫോമൻസും ഇതെല്ലാം ചേർന്ന് അതിൻ്റെ ഒപ്പം ഞാനും കൂടി നിന്നപ്പോൾ എനിക്ക് കിട്ടിയ ഒരു സൗഭാഗ്യമാണ്. അതേപോലെ പിന്നെ എനിക്ക് കിട്ടിയിട്ടില്ല. അതിപ്പോൾ കാർബൺ ഒരു നല്ല സിനിമയാണ്, പക്ഷെ അതൊരു കംപ്ലീറ്റ്
എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ഹിറ്റിലേക്ക്, വലിയ ഹിറ്റിലേക്ക് പോയില്ല. പിന്നെ വർണ്ണ്യത്തിൽ ആശങ്ക നല്ല ക്യാരക്ടറായിരുന്നു എൻ്റെ. പിന്നെ അലമാര, ഇതെല്ലാം ഇൻഡിവിജ്വലി നോക്കുമ്പോൾ എനിക്ക് നല്ല ക്യാരക്ടറാണ്, വ്യത്യസ്തമുള്ള ക്യാരക്ടറാണ്, അത് നന്നായിട്ട് ചെയ്യാനൊക്കെ പറ്റിയിട്ടുണ്ട്. പക്ഷേ അത് കമ്മട്ടിപ്പാടത്തിൻ്റെ ഒരു ഓളം ഉണ്ടാക്കാൻ സാധിച്ചില്ല. അപ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ട് ഈ പറഞ്ഞ വോൾട്ടേജ് കുറയാൻ തുടങ്ങി. എവിടെന്നെങ്കിലൊക്കെ എപ്പോഴെങ്കിലും ആരെങ്കിലും ഒരു വയറ് കുത്തുമ്പോൾ ഒന്ന് തെളിയും, ഊരുമ്പോൾ അതങ്ങ് പോവും എന്ന് പറഞ്ഞ പോലെ പതുക്കെ പതുക്കെ കുറയാൻ തുടങ്ങി. പിന്നെ നമ്മൾ ഈ പറഞ്ഞ സാലറി സ്വാഭാവികമായിട്ട് കുറയും, അവസരങ്ങൾ കുറയും. അങ്ങനെ അപ്പൊക്കെ നമ്മൾ സ്ട്രഗിൾ. അപ്പോൾ ഈ ബാങ്കുമായിട്ടുള്ള പരിപാടികൾ നമ്മളിത് നിരന്തരം വരുമെന്ന് വിചാരിച്ചിട്ട് നമ്മൾ EMI എടുത്തിട്ടാണ് വീടാണെങ്കിലും എല്ലാം ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതിപ്പോൾ ഇതിൻ്റെ അടിയിൽ വരും, എൻ്റെ വല്ല കാര്യം ഉണ്ടായിരുന്നോ, അല്ലെങ്കിൽ നിന്നോട് ഞങ്ങൾ പറഞ്ഞു എന്നൊക്കെ ചോദിക്കും. പക്ഷെ നമ്മളപ്പോൾ വിചാരിക്കുന്നത് അങ്ങനെയാണ്, അത് അപ്പോഴത്തെ ബുദ്ധി. പക്ഷെ ഇപ്പോൾ ഓക്കെയാണ്. തെലുങ്ക്, തമിഴ്, ഈ പറഞ്ഞ ലാംഗ്വേജും മലയാളത്തിലും അത്യാവശ്യം നന്നായിട്ട് പോകുന്നു. ഈ പറഞ്ഞ സാലറിയൊക്കെ വീണ്ടും പഴയ സ്ഥാനത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്നു, വിളികൾ വരുന്നു. ഇപ്പോൾ ഡിസ്കോ എന്ന് പറയുന്ന ഒരു സിനിമ റിലീസാവാനുണ്ട്. 28-ാം തീയതി കറക്കം റിലീസാവുന്നു. പിന്നെ തമിഴിൽ ഒരു 2 പടം, ഒന്ന് ശശികുമാർ സാറിൻ്റെ, പിന്നെ വിജയ് സേതുപതിയുടെ റിലീസിന് വെയിറ്റ് ചെയ്യുന്നുണ്ട്. ശശികുമാർ. അപ്പോൾ അങ്ങനെ ഇപ്പോൾ ഹാപ്പിയാണ്. ഇപ്പോൾ ഈ സ്ട്രഗിൾ എന്ന് പറയുന്നത് എക്കാലത്തും ഉണ്ടാവും. അത് വേറെ ആരുടെയും കുഴപ്പം കൊണ്ടല്ല, നമ്മുടെ തന്നെ. ചേട്ടൻ പറഞ്ഞത് വീണ്ടും ഒരു പോയിന്റും കൂടിയാണ്. പുതുതായിട്ട് സിനിമയിലേക്ക് വരുന്നവരാണെങ്കിലും ഞാൻ എല്ലാവരോടും പറയും, ആദ്യമേ തന്നെ കരുതലോടെ. ഞാൻ മലൈക്കോട്ടെ വാലിബൻ ചെയ്യുമ്പോൾ മനോജ് മോസസ് അവൻ്റെ ആദ്യത്തെ സിനിമ, അപ്പോൾ അവൻ എൻ്റെ റൂമിൻ്റെ ഓപ്പോസിറ്റ്, അപ്പം നമ്മുടെ കൂടെയാണ്. അഭിനയത്തിനെ കുറിച്ച് പറയലും പഠിപ്പിക്കലും ഒക്കെയാണ്. അപ്പം ഞാൻ പറയും, മോനെ ഒരു കാരണവശാലും ഇപ്പോൾ ഉള്ള പണി കളയരുത്. കാരണം മായയിലേക്ക് വീഴാൻ ഭയങ്കര എളുപ്പം. മോഹൻലാൽ എന്ന് പറയുന്ന ഒരു വലിയ, എല്ലാവരും കാണാൻ ആഗ്രഹിക്കുന്ന ഒരാൾ ഇവനെ തോളത്ത് കൈയിട്ട് തമ്പി പറയടാ മനെ എന്നൊക്കെ പറയുന്നു. അപ്പോൾ ഇവൻ മാറാൻ ഭയങ്കര സാധ്യതയുണ്ട്. അപ്പം ഞാൻ പറയും, മോനെ ഒരിക്കലും മാറരുത്. ഇതെല്ലാം അദ്ദേഹം ഓക്കെ, അദ്ദേഹം ജെന്യുവനായിട്ട് തന്നെയാണ് നിന്നെ തമ്പി എന്ന് വിളിക്കുന്നതും സംസാരിക്കുന്നതൊക്കെ. പക്ഷേ ഈ സിനിമ എന്താവും എന്നുള്ളത് നീ സ്ക്രീനിൽ വന്ന് കണ്ടിട്ട് അത് കിട്ടുന്നത് സന്തോഷത്തോടെ സ്വീകരിക്കുക. ഇത് വന്നു കഴിഞ്ഞാൽ പിന്നെ ഞാൻ അതായിരിക്കും ഇതായിരിക്കും എന്ന് പറഞ്ഞാൽ ആരെയും നീ വെറുപ്പിക്കരുത്, ഉള്ള പണി കളയരുത്. അതെ. അപ്പം അവനതൊക്കെ അങ്ങനെ തന്നെ ഫോളോ ചെയ്ത് പോയി. പലർക്കും അതേപോലെ തന്നെ കാറ് വാങ്ങിക്കുക. ഇപ്പം ഞാൻ കാറ് എൻ്റെ അതായത് എന്നെ എന്താ പറയുക, എന്തിനും എനിക്കൊരു നല്ല പുഷ് കിട്ടിയാൽ മാത്രമേ ഞാൻ എന്ത് കാര്യം ചെയ്യുള്ളൂ. ഇപ്പോൾ പാട്ട് പാടണമെങ്കിൽ തന്നെ ചുമ്മാ ഒരു പാട്ട് പാടുന്ന പറഞ്ഞാൽ ഞാൻ അങ്ങനെ പെട്ടെന്ന് അങ്ങ് പാടില്ല. എനിക്ക് ആ ഒരു പ്രഷർ കിട്ടണം. എനിക്ക് പക്ഷെ 3 പാട്ട് പാടി തന്നു. ഞാൻ ഒരു പാട്ട് 3 പാട്ട് പാടി. അത് ഞാൻ എൻജോയ് ചെയ്യാൻ തുടങ്ങി. എനിക്ക് ഭയങ്കര സന്തോഷമായി. കുറേ നാളായി പാട്ട് പാടിയിട്ട് ഒരു നല്ല ആരാധികയെ കിട്ടി. താങ്ക് യു. അപ്പം അങ്ങനെ എനിക്ക് കാർ എടുക്കണം എന്നുള്ളൊരു ആദ്യം വാങ്ങിക്കുന്ന ഒരു 2 വീലറാണ്, അപ്രില്ല എന്ന് പറഞ്ഞിട്ട്. അത് എടുത്തു. പിന്നെ കാറ് ആവശ്യമായി തുടങ്ങിയത്, അതായത് ഷൂട്ടിങ്ങിനൊക്കെ പോകാനും പിന്നെ ഈ കോളേജ് പരിപാടികൾ എന്ന് പറഞ്ഞാൽ കേരളത്തിലെ എല്ലാ കോളേജിലും പോയി കൈയടിക്കണമെന്ന് പറഞ്ഞിട്ടുള്ള ഒരാളാണ്. അപ്പോൾ അതിനൊക്കെ പോകാനായിട്ട് എപ്പോഴും വാടകയ്ക്ക് വണ്ടി വിളിക്കേണ്ട ഒരു അവസ്ഥ വരുമ്പോൾ ഒരു ചെറിയ വണ്ടി എടുക്കാമെന്ന് പറഞ്ഞ് എൻ്റെ എക്കണോമിക്കൽ പരിപാടിയൊക്കെ നോക്കിയിട്ടാണ്, സാമ്പത്തിക വരവും പോക്കും നോക്കിയിട്ട് ബ്രസ എന്ന് പറയുന്ന ഒരു വണ്ടി വാങ്ങി അതിൻ്റെ ലോൺ കൃത്യമായിട്ട് അടച്ചു തീർത്തു. അത് കഴിഞ്ഞ് കുറച്ചും കൂടി നമ്മൾ ദൂരെ, അതായത് ചെന്നൈക്കും അങ്ങോട്ടൊക്കെ പോകാനോ അല്ലെങ്കിൽ തെലുങ്കിലൊക്കെ പടങ്ങൾ വരുന്നു എന്നുള്ളൊരവസ്ഥ വന്നപ്പോൾ കുറച്ചും കൂടി മനസ്സിന് ഇഷ്ടമുള്ള അല്ലെങ്കിൽ ഒരു കുഞ്ഞ് പൊങ്ങച്ചം ഹാരിയർ എന്ന് പറയുന്ന കുറച്ച് വലിയ വണ്ടി എടുത്തു. അപ്പോൾ അതാണ് ഓടുന്നത്. അപ്പോൾ അതും, അതായത് എനിക്ക് ട്രാവൽ ചെയ്യാൻ പറ്റുന്നുണ്ടോ, എനിക്കത് കൊണ്ടുപോകാൻ പറ്റുന്നുണ്ടോ എന്നുള്ളത്. അപ്പോൾ അത് ഞാൻ ഈ പറഞ്ഞ പുതിയതായിട്ട് വരുന്നവരോട് പറയും, അത് മാക്സിമം റെഡി ക്യാഷോ അല്ലെങ്കിൽ EMI ആണെങ്കിൽ തന്നെ അത് അടയ്ക്കാനുള്ളൊരു പരിപാടി നിങ്ങളുടെ കയ്യിൽ വേറെ ഉണ്ടാവണം. സിനിമ മാത്രം കണ്ടിട്ട് ചെയ്യരുത് എന്ന് പറഞ്ഞു.
ഇതെൻ്റെ അവസ്ഥയും എൻ്റെ അനുഭവമാണ്. ഇതെല്ലാവർക്കും അങ്ങനെ തന്നെ ആയിരിക്കണമെന്നില്ല. പുതുതായിട്ട് വരുന്നവർക്ക് ഈ പറഞ്ഞ പോലെ പണം പെട്ടെന്ന് കയ്യിൽ വരുന്ന വലിയൊരു എമൗണ്ടും ആയിരിക്കും അതെ അതെ സിനിമ മേഖലയിൽ വരുമ്പോൾ കിട്ടുന്നത്. അപ്പം അത് ഭദ്രമായി കൈകാര്യം ചെയ്തില്ലെങ്കിൽ എന്നും ഇത് നിലനിൽക്കില്ല എന്നുള്ളൊരു പുതിയ പിള്ളേര് കുറെ നല്ല ബുദ്ധിപരമായിട്ട് തന്നെ നീങ്ങണം. വെച്ചാൽ അവർ ഈ ഇമോഷൻസിന് അടിമകളല്ല. ഈ നമ്മളൊക്കെയാണ് ഞാനൊക്കെയാണ് ഈ അതായത് ഈ 80s ഒക്കെ ജനിച്ച ആളുകളാണ് ഈ പറഞ്ഞ ഭയങ്കര ഇമോഷണലാണ് എല്ലാം കാണുന്നത്. അപ്പം നമ്മളൊരു വണ്ടി വാങ്ങിച്ചിട്ട് അത് ഞാൻ വിൽക്കൂല, എൻ്റെ ജീവിതത്തിൽ ആദ്യത്തെ വണ്ടി, അത് നശിഞ്ഞ് പണ്ടാരടങ്ങിയിരിക്കും അങ്ങനെ. ഈ പക്ഷെ ഇവരങ്ങനെയല്ല, പ്രാക്ടിക്കലാണ്. വണ്ടി പോയിട്ട് ബന്ധങ്ങൾ വരെ അത് കുറെയൊക്കെ പ്രാക്ടിക്കൽ നമുക്ക് പറ്റില്ല. പ്രാക്ടിക്കാലിറ്റി കൂടിയ പ്രശ്നമുള്ളൂ. അത് ഈ ജനറേഷൻ്റെ പ്രശ്നമാണ്. അവർക്കതൊരു വിഷയമല്ല. അപ്പം അതുകൊണ്ട് തന്നെ അവര് ഈ ഒരു സ്ഥലത്ത് സ്ഥാപിക്കുമ്പോൾ നമ്മൾ വീട് തറവാട് എന്നൊക്കെ പറയുന്നത് നമുക്ക് വലിയ ഇതല്ലേ. അവരങ്ങനല്ല, അവർ ലോകം തന്നെ തറവാടാക്കിയേക്കാണ്. അവർക്ക് 6 മാസം ഇവിടെ താമസിച്ച് 6 മാസം അവിടെ താമസിക്കാം, വാടകയ്ക്ക് കൊടുക്കുന്നു, പോകുന്നു. ചേട്ടന് വിയോജിപ്പുള്ള എന്തെങ്കിലും കാഴ്ചപ്പാടുകളുണ്ടോ പുതിയ തലമുറയുടെ കാര്യം പറഞ്ഞപ്പോൾ? അയ്യോ ഇല്ല, അല്ലെങ്കിൽ അതിന്റെയും കൂടി ഇടി എനിക്ക് മേടിച്ചു തരല്ലേ തന്നെ ഇല്ല. യോജിപ്പുകൾ ഉറപ്പായിട്ടും ഉണ്ടാവും. നമ്മൾ ഈ ജനറേഷൻ്റെ പ്രശ്നങ്ങൾ, പക്ഷെ അതിനെ എന്താ പറയുക, കുറച്ച് ഡിപ്ലോമാറ്റിക്കായിട്ട് ചിന്തിച്ചിട്ട് അവരുടെയും കൂടിയാണല്ലോ ഭൂമി, നമ്മുടെ മാത്രമല്ലല്ലോ. അപ്പോൾ അതിലേക്ക് നമുക്ക് അവരുടെ കൂടെ തന്നെ ട്രാവൽ ചെയ്യേണ്ട, നമ്മുടെ കൂടെ അവർ വരികയല്ല. പല കാര്യങ്ങളും ശരിക്കും കുറച്ചും കൂടി എളുപ്പം അവരെ പോലെ ചിന്തിച്ച് അവരോട് പോകുന്നത്. അത് തന്നെ നമുക്ക് കുറച്ചും കൂടെ പിന്നെ നമുക്ക് പറ്റാത്ത കാര്യങ്ങൾ നമ്മൾ മാറി നിന്നിട്ട് നമ്മൾ അത്രേ ഉള്ളൂ. അല്ലാതെ അവരെ തിരുത്താനോ അവരെ ഉപദേശിക്കാനോ പോവാതിരിക്കുക. അവരെ സുഹൃത്തായി കഴിഞ്ഞാൽ നമ്മൾ പറയാതെ തന്നെ അവര് നമ്മളിലേക്ക് നമ്മളുടെ നല്ലത് അവരെടുത്തോളും എന്നുള്ളതാണ് എനിക്ക് തോന്നിയത്. എനിക്ക് പുതിയ കുട്ടികളായിട്ട് അഭിനയിക്കുമ്പോഴോ അല്ലെങ്കിൽ അവരായിട്ട് നടക്കുമ്പോഴും ഭയങ്കര കംഫർട്ടാണ്, അടിപൊളിയാണ്. അങ്ങനൊരു വേറെ ജനറേഷൻ എന്നുള്ളൊരു ഇത് നമ്മളെ തന്ത വൈബായിട്ട് മാറ്റി നിർത്തിയിട്ടില്ല, മാറാറില്ല. പിന്നെ ഒരുപാട് നല്ല നല്ല സിനിമകൾ, നല്ല നല്ല കഥാപാത്രങ്ങളുടെ ചേട്ടൻ കാണാൻ ഞങ്ങൾക്ക് ഭാഗ്യം കിട്ടട്ടെ എന്ന് ഞാൻ പറയാണ്. താങ്ക് യു. സെറ്റിൽ നിന്ന് സെറ്റിലേക്ക് ഓടിപ്പോയി ഞാൻ വിജയ് സേതുപതി. എൻ്റെ ഏറ്റവും വലിയ പ്രാർത്ഥന സിനിമ എന്ന് പറയുന്ന ആ കല പതുക്കെ എല്ലാ ലാംഗ്വേജിലും കോടികളുടെ പടങ്ങൾ മാത്രമേ ആസ്വദിക്കപ്പെടുന്നുള്ളൂ, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ സംസാരിക്കപ്പെടുന്നുള്ളൂ. പണ്ടത്തെ പോലെ ചെറിയ ചെറിയ നല്ല സിനിമകളെ ഭയങ്കരമായിട്ടില്ല. എപ്പോഴെങ്കിലും വന്നപ്പോൾ നമ്മുടെ വാഴ 2 ഒക്കെ നമുക്ക് കിട്ടിയ പോലെ, അല്ല വാഴയും വാഴ 2 ഒക്കെ കിട്ടിയ പോലെ എപ്പോഴെങ്കിലൊക്കെ ഈ തമിഴിലാണെങ്കിൽ, തമിഴിൽ നമ്മളെക്കാളും കുറച്ച് കഷ്ടത്തിലാണ്, നമ്മളത് അറിയുന്നില്ല എന്നുള്ളൂ. അപ്പോൾ അവിടെ ഉള്ളവർ വിളിച്ചു കഴിഞ്ഞാൽ അവർ പറയും സിനിമ മൊത്തത്തിൽ സുഖമില്ല. അപ്പോൾ ഈ സിനിമാ മേഖലയ്ക്ക് സംഭവിച്ച പ്രശ്നങ്ങൾ മാറിയിട്ട് സിനിമ മൊത്തത്തിൽ നന്നായി ആ പഴയ ഒരു കുതിപ്പുണ്ടാവട്ടെ എന്നുള്ളതാണ്. അതിൽ നമ്മളും വരുമല്ലോ. അതെ അതെ തീർച്ചയായിട്ടും. നല്ല ക്യാരക്ടേഴ്സും നല്ല കഥാപാത്രങ്ങളും. എന്തായാലും സന്തോഷം. എന്തായാലും ചേട്ടാ ഒരുപാട് സന്തോഷം. ഇനി ഒരുപാട് സിനിമകളിൽ തിരക്ക് നിറഞ്ഞ് ഞാൻ വിളിക്കുമ്പോൾ എനിക്കിപ്പോൾ സമയമില്ല അശ്വതി, പിന്നെ വരാമെന്ന് പറയുന്ന ലെവലിലേക്ക് ചേട്ടൻ തിരക്കോടുകൂടി ഓടിപ്പോട്ടെ എന്ന് ആശംസിക്കുന്നു. വേഗം വരട്ടെ. പുതിയ സിനിമയ്ക്ക് വേണ്ടി ഞങ്ങൾ കാത്തിരിക്കുന്നു. താങ്ക് യു. അന്ന് 28-ാം തീയതി എൻ്റെ ഈ ജന്മത്തിലെ ഏറ്റവും നല്ല ദിവസമാണ്, ഞാൻ ജനിച്ച ദിവസം. ബർത്ത്ഡേ ആണ്. അതെ, നമ്മുടെ ഏറ്റവും നല്ല ദിവസം അത് തന്നെ ആയിരിക്കുമല്ലോ. കാരണം ഒരുപാട് സ്ട്രഗിളൊക്കെ കഴിഞ്ഞ് അമ്മയുടെ ഉദരത്തിൽ നമുക്കൊരു സ്ഥാനം കിട്ടി, അവിടെ നിന്ന് ഒരു ജീവൻ കിട്ടി, പുറത്ത് വരിക അതിലും വലിയ നല്ല ദിവസം വേറെ ഏതുള്ള. അപ്പോൾ ബർത്ത്ഡേക്കും എല്ലാവിധ ആശംസകളും ഞങ്ങൾ അറിയിക്കുകയാണ്. ഞങ്ങളുടെ ഹോൾ ടീമിന്റെ ഹാപ്പി ബർത്ത്ഡേ അഡ്വാൻസ് ആയിട്ട്. ഈ വർഷം ഞങ്ങളല്ലേ ആദ്യം വിഷ് ചെയ്തേ? ആയിരിക്കും. ആണ്. അതെ അതെ ആണ്. അപ്പോൾ ഒരുപാട് സന്തോഷം. ഒരുപാട് സന്തോഷം. ചേട്ടനെ വിളിച്ചു, വന്നു, എത്തി. ഈ പറഞ്ഞ പോലെ എൻ്റെ അടുത്ത് വിശാൽ പറയുന്നു ചേട്ടൻ ഫ്രീ ആയിട്ട് സംസാരിക്കുന്നു. എനിക്ക് ടെൻഷൻ ഉണ്ടായിരുന്നു, സംസാരിച്ചാൽ ശരിയാവോ, ബുദ്ധിമുട്ടാവോ എന്നൊക്കെയുള്ള ചോദ്യങ്ങളൊക്കെ. ബുദ്ധിമുട്ടൊന്നും ഉണ്ടായില്ലല്ലോ? ഞാൻ പറഞ്ഞത് നുണയല്ല, ഞാൻ കാര്യമായിട്ട് പറഞ്ഞാൽ നമുക്ക് അങ്ങനെ ഇൻ്റർവ്യൂ എന്ന് പറയുന്നൊരു അത് കുറേ വേറെ രീതിയിലുള്ള ചോദ്യങ്ങൾ വരും. അപ്പം നമ്മൾ ആകെ ബുദ്ധിമുട്ടിലാവും, കോൺഷ്യസ് ആവും. എനിക്ക് ഭയങ്കര നിർബന്ധമുണ്ട് എൻ്റെ അപ്പുറത്ത് വന്നിരിക്കുന്ന ചെയറിലിരിക്കുന്ന സന്തോഷത്തോടെ അവർക്ക് പോകാൻ പറ്റണം. ഇത് കഴിയുമ്പോൾ നല്ലത്. അടിപൊളി.
താങ്ക് യു ചേട്ടാ. പരമാവധി ഞങ്ങൾ 28-ാം തീയതിക്ക് തന്നെ ബർത്ത്ഡേയുടെ അന്ന് ഗിഫ്റ്റ് ആയിട്ട് തന്നെ ഞങ്ങള് ഇത് സംഭവം ശരി, താങ്ക് യു.